ഇവിടെയാണെങ്കിലോ കൂലിപ്പണി ജീവിക്കുന്ന ആളുകളുടെ ഒരു നാടും, ഗൾഫുകാരോ അല്ലെങ്കിൽ മറ്റു വലിയ ബിസിനസ്സുകാരോ അല്ല. ഒരൽപ്പം കോറികളും കാര്യങ്ങളും ഉണ്ട്. ബാക്കിയൊക്കെ സാധാരണക്കാരായ ആളുകൾ ആ കോറികളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉടമസ്ഥർ തന്നെ നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ അതിയായി സഹായിച്ചവരാണ്, സഹായിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നിത്യവേലക്ക് നിത്യജോലിക്ക് പോകുന്ന ആളുകളാണ് എന്നറിയാൻ കഴിയും. അപ്പോൾ നമ്മുടെ വിഷയവും നമ്മുടെ ചുറ്റുപാടും ഏകദേശം ബന്ധപ്പെട്ടിരിക്കുകയാണ്. വിയർപ്പ് തുള്ളികൾക്ക് വിലയുണ്ട് എന്ന ഇസ്ലാമിന്റെ ഒരു മഹനീയമായ കാഴ്ചപ്പാട് ചർച്ച ചെയ്യുകയാണ് ഈ സദസ്സിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് യാത്ര തിരിക്കുന്നു. അസാ റബ്ബി അൻ യഹ്ദിയനി സവാഅ അസ്സബീൽ. ഈജിപ്തിൽ നിന്ന് ഫലസ്തീൻ വഴി ജോർഡാനിലെ അമ്മാൻ സിറ്റിയുടെ സബർബിലേക്ക്, അന്നത്തെ കൻആൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂസ നബി അലൈഹിസ്സലാം 1000-ലേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത സംഭവം ഖുർആൻ വിവരിക്കുകയാണ്. അവിചാരിതമായി ഒരാൾ കൊല്ലപ്പെടുന്നു. മൂസ നബി അലൈഹിസ്സലാം ഒരു തർക്കത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ തർക്കിക്കുന്ന ആളുകളെ പരസ്പരം പിടിച്ചു മാറ്റിയപ്പോ ഫറോവയുടെ കുടുംബത്തിലെ, തറവാട്ടിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരാൾ കൊല്ലപ്പെടുന്നു. അതിൽ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ച് മൂസ നബി അലൈഹിസ്സലാം, അന്ന് നബിയല്ല, മഹാനവറുകൾ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ 2 നാടുകളും ചെന്ന് കാണാൻ കഴിഞ്ഞു. ശുഐബ് നബിയുടെ നാടും മൂസ നബി അലൈഹിസ്സലാമിന്റെ ജന്മം നടന്ന ഈജിപ്തും ഒക്കെ കഴിഞ്ഞ യാത്രയിൽ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മഖാം അമ്മാനിലാണ്, ജോർഡാനിൽ. അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകട്ടെ. കാരണം ഒരുപാട് അമ്പിയാക്കന്മാരുടെ ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളാണ് അതൊക്കെ. മൂസ നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്തു. മഹാനവറുകൾ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ചാവുകടൽ വഴി നമ്മൾ ഈജിപ്തിലേക്കോ അല്ലെങ്കിൽ ജോർഡാനിലേക്കോ പോകുന്ന വഴിയിലാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ മഖാം ഉള്ളത്. അൻദൽ കസീബിൽ അഹ്മർ എന്ന് നബി തങ്ങൾ പറഞ്ഞിടത്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് എന്ന് പറഞ്ഞുകൂടെ, 1000-ലേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്യണം സീനാ മരുഭൂമിയിലൂടെ. മൂസാ നബി അലൈഹിസ്സലാമിന് പേടിച്ചോടുകയാണ്. 1 മാസത്തിലേറെ എടുത്ത യാത്ര. ശുഐബ് നബിയുടെ നാട് കുന്നിൻ പുറമാണ്. ഏകദേശമൊക്കെ നമ്മുടെ എരമംഗലത്തെ കുന്നുകളെ പോലെ അല്ലെങ്കിലും വളരെ കൂടുതൽ കുന്നും ചെരുവുകളും ചൊരവും ഒക്കെ ഒരു താഴ്ഭാഗത്ത് അരുവിയുള്ള ഒരു പ്രദേശമാണ്. ഇന്നും അങ്ങനെയാണത്. പച്ചപ്പുള്ള സ്ഥലമാണ്. ജോർഡാനിലെ തന്നെ വളരെ മനോഹരമായ ഒരു ഭാഗമാണ്. ടൂറിസ്റ്റ് ഏരിയ ഒന്നുമല്ല, ഒരു ഗ്രാമപ്രദേശം. അവിടെയാണ് ശുഐബ് നബിയുടെ മഖാം ഉള്ളത്. ഒരു ചെറിയ കുന്നിന്റെ മുകളിലാണ്. താഴ്വാരത്ത് അരുവിയുണ്ട്, വെള്ളമുണ്ട്. ഇപ്പോഴും 2 ആഴ്ച മുമ്പ് വെള്ളമുണ്ട്. അപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെല്ലുന്ന കാലം അവിടെ ഒരുപാട് കിണറുകളുണ്ട്. ശുഐബ് നബിയുടെ 2 പെൺകുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്ത ചരിത്രം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ഭാഗമാണ് സൂറത്തുൽ ഖസസുൽ നമ്മൾ ഓതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما ورد ماء مدين وجد عليه أمة من الناس يسقون ووجد من دونهم امرأتين تذودان. മൂസാ നബി അലൈഹിസ്സലാം കൻആനിലെത്തിയിരിക്കുന്നു. പേടിച്ചോടി വന്നതാണ്. വലമ്മാ വറദ മാഅ മദിയൻ, മദിയനിലെ വെള്ളത്തിനരികത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാം എത്തിയപ്പോൾ, BC 3000-ൽ നടന്നൊരു ചരിത്രമാണ് നമ്മൾ ഈ പറയുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ്. വലമ്മാ വറദ മാഅ മദിയന വജദ അലൈഹി ഉമ്മതൻ മിനന്നാസ്. കന്നുകാലികൾക്ക് വെള്ളം കുടിപ്പിക്കുന്ന ഒരു കിണർ അന്ന് മദിയനിലുണ്ട്. ആ കിണറിന്റെ ചുറ്റും ഒരുപാട് ആളുകളെ കണ്ടു മൂസാ നബി അലൈഹിസ്സലാം. യസ്ഖൂൻ, അവരവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാണ്. വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ.
അതിനപ്പുറത്ത് 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നുണ്ട്. അവരാണുങ്ങളോട് ഇടപഴകി അവരുടെ കൂട്ടത്തിൽ തിക്കാനും തിരക്കാനും വരാണ്ട് 2 പേര് മാറി നിൽക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മാ ഖതുബുകുമാ, എന്തേ നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങൾ എന്തേ 2 ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ നിങ്ങൾ എന്തേ പുറത്തിറങ്ങി നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ആങ്ങളമാരില്ല ആടുകളെ നോക്കാൻ. ഞങ്ങളുടെ വാപ്പയാണെങ്കിലോ അബൂന ശൈഖുൻ കബീർ, നല്ല പ്രായമുള്ള ഒരു ഉപ്പയാണ്. ഉപ്പാക്ക് ഈ പണി ചെയ്യാനും കഴിയില്ല. പിന്നെ ഒരു ജീവിത മാർഗമായി ആടുകളുടെ പാല് വിറ്റ് ജീവിക്കുന്നവരാ ഞങ്ങളാണെങ്കിലോ ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആ, ഇവിടുത്തെ ആണുങ്ങളൊക്കെ അവരവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിച്ച് കഴിഞ്ഞ് കിണർ ഫ്രീ ആകുമ്പോഴേ ഞങ്ങൾ അങ്ങോട്ട് ചൊല്ലൂ, അതുവരെ കാത്തിരിക്കുകയാണ്. അപ്പൊ സൂര്യാസ്തമയമായിട്ടുണ്ട്. قالتا لا نسقي حتى يصدر الرعاء وأبونا شيخ كبير, ഞങ്ങളുടെ പിതാവ് വയോവൃദ്ധനായ ഒരു ഉപ്പയാണ്. പുരുഷന്മാരുമായി ഞങ്ങൾ ഇടപഴകുകയുമില്ല. അങ്ങനെയാണ് ഞങ്ങൾ. പെണ്ണുങ്ങൾ നിർബന്ധ സാഹചര്യത്തിൽ അവർക്ക് പുറത്തിറങ്ങേണ്ടി വന്നാൽ ഈ 2 നിയമങ്ങൾ പാലിക്കണമെന്നാണ്. ഒന്ന്, അവർ നിർബന്ധിതാവസ്ഥയിലാണ് പുറത്തിറങ്ങുന്നത്. മറ്റൊന്ന്, പുറത്തിറങ്ങിയാൽ തന്നെ ആണുങ്ങളുമായി ഇടപഴകുകയില്ല എന്നതാണ്, അന്യപുരുഷന്മാരുമായി. മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഒരു പ്രൊആക്റ്റീവ് ആവുകയാണ്. എന്താണ് അവിടെ ചെയ്യേണ്ടത്? ആ പെണ്ണുങ്ങൾക്ക് സഹായം വേണം. പെണ്ണുങ്ങൾ ദുർബലരാണ്, അവരെ സഹായിക്കണം. ഇപ്പൊ ഏതൊരു സമുദായത്തിന്റെയും ഉയർച്ച എന്ന് പറയുന്നത് അവിടുത്തെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമുണ്ടോ ആ നാട് സുരക്ഷിതമാണെന്നാണ്. പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമില്ലേ ആ നാട് സുരക്ഷിതമല്ല. ഇതാണെന്ന് ആഗോള കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഇപ്പൊ ലോകത്തെ വികസിത രാജ്യങ്ങളെ എടുത്തു നോക്കിയാൽ അവിടുത്തെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ അത് എത്രത്തോളം ഉണ്ട്. ഇപ്പൊ പാതിരാത്രിയിലും പുറത്തിറങ്ങി നടന്നാൽ ആരും ഉപദ്രവിക്കില്ല, ആരും അവരെ തട്ടിക്കൊണ്ടുപോകില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടുള്ള ഇപ്പോ UAE, നമ്മുടെ ദുബായ്, അബുദാബി എന്നൊക്കെ കേൾക്കുന്നു. അവിടത്തേക്ക് നാടിന്റെ ഒരു പ്രത്യേകത, പാതിരാ സമയത്ത് പോലും ഒരു പെണ്ണോ ഒരു ഉമ്മയോ ഒരു സ്ത്രീയോ പുറത്തിറങ്ങി നടന്നാൽ ഒരു പ്രയാസമില്ലല്ലോ, ഒരു തട്ടിക്കൊണ്ടുപോവലോ ആരെങ്കിലും ഉപദ്രവിക്കലോ. ഒരു ഇത്രയും സുരക്ഷിതമാണ്. ലോകത്ത് തന്നെ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ നിൽക്കുന്ന സേഫ്റ്റി UAEക്കുണ്ട്. അതൊരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ചെറിയ മക്കൾ സുരക്ഷിതരാണ്. നമുക്ക് നമ്മുടെ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഏതെങ്കിലും അന്യനാട്ടുകാര് വന്നിട്ട് പൊക്കിക്കൊണ്ടുപോകുമോ പേടിയില്ല. നമ്മുടെ പെണ്ണുങ്ങളെങ്ങാനും കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഒരു വൈകുന്നേരം 7 മണി 8 മണി 9 മണി കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുവട്ടത്തുമുള്ള നോട്ടങ്ങൾക്ക് പൈശാചികതയുടെ ചുവയുണ്ടാവും. ഇതൊരു രാജ്യത്തിന്റെ അധപ്പതനമാണ്. ജനങ്ങൾ ഉത്ബുദ്ധരല്ല എന്നതിനർത്ഥം. മൃഗമാണ്, വെറും ലൈംഗികത മാത്രം ചിന്തിക്കുന്ന മൃഗങ്ങളാണ് മനുഷ്യർ എന്നാണ് അതിനർത്ഥം. അവർക്ക് സുരക്ഷിതത്വം വേണം. പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം ഇടപെടുകയാണ്. ഈ 2 പെണ്ണുങ്ങൾ അവർ ചെറുപ്പക്കാരികളാണ്. ഇരുളും മുമ്പ് രാത്രിയാകും മുമ്പ് അവർക്ക് വീട്ടിലെത്തണം. അവരിങ്ങനെ കാത്തു നിന്നാൽ പുരുഷന്മാരുടെ നിര നീളുകയും അവരുടെ മൃഗങ്ങളെ വെള്ളം കുടിപ്പിച്ച് പാതിരയായാൽ ഈ പെൺകുട്ടികൾ എന്താകും പടച്ചവനെ? ആരെ ചിന്തിക്കുന്നു? സ്വന്തം രാജ്യമായ ഈജിപ്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് അഭയം തേടി വരുന്ന മഹാനായ പ്രവാചകനാവാൻ പോകുന്ന മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. ഈ സംഭവം നടക്കുമ്പോൾ നബിയല്ല. ഫസഖാലഹുമാ ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير ഫസഖാലഹുമാ മൂസാ നബി അലൈഹിസ്സലാം അവർ 2 പേർക്കും കുടിക്കാനുള്ള വെള്ളം ഏർപ്പാട് ചെയ്തു കൊടുത്തു. അവരുടെ ആടുകളെ കുടിപ്പിക്കാൻ കിണറിന്റെ ഒരു ഭാഗം ഒരു കല്ലുകൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഹാഫേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആ ഒരു ഹാഫ് മൂസാ നബി അലൈഹിസ്സലാം എടുത്തു മാറ്റി കഴിവ് തെളിയിച്ചു. മഹാനായ മൂസാ നബി ആ പുരുഷന്മാരപ്പുറത്തുണ്ട്, ഇപ്പുറത്ത് അവരെ ഒട്ടും ബുദ്ധിമുട്ടാവാത്ത വിധം ഈ പെണ്ണുങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. എന്നിട്ട് അവരോട് എന്തെങ്കിലും ചോദിച്ചോ? ഇല്ല.
ഉപകാരങ്ങൾക്ക് നമ്മൾ ഒന്നും ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. സർവീസ്, കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയില്ലേ, നാടിന് സേവനം ചെയ്യാം. ഇപ്പൊ മഹല്ല് ഭാരവാഹികൾ അങ്ങനെയാണ്, മദ്രസ ഭാരവാഹികൾ, മസ്ജിദിന്റെ ഭാരവാഹികൾ, ഒരു മഹല്ല് നോക്കുന്നവർ, അവർ ശമ്പളം പറ്റുന്നവരല്ല, അവർ ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടത്. ഒരു ജനറൽ ബോഡി വരുമ്പോൾ 100 രൂപയ്ക്ക് ബില്ലില്ല എന്ന് പറഞ്ഞ് ഒരു കള്ളന്മാരാക്കി അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. 5 കൊല്ലം 10 കൊല്ലമൊക്കെ ഭരണം നടത്തി സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്ത് സഹായിച്ചാൽ പോലും 1000 രൂപയ്ക്ക് ബില്ലില്ലല്ലോ, ഇവിടെ 10,000 കൊടുത്തവരായിരിക്കും ഇവര്. അങ്ങനെ ജനങ്ങളെ കള്ളന്മാരാക്കരുത്. അവർ ചെയ്യുന്ന സേവനം നമ്മൾ നമുക്കൊക്കെ എന്തെല്ലാം ജോലി തിരക്കുകളുണ്ട്. അവർ മസ്ജിദിന്, നമ്മുടെ പള്ളിക്ക്, മദ്രസക്ക് ഇതിനു വേണ്ടി ഓടി നടക്കില്ലേ. അവർ പ്രതീക്ഷിക്കുന്ന കൂലി അല്ലാഹുവിൽ നിന്നാണ്. ഫസഖാലഹുമാ ثم تولى إلى الظل. മൂസാ നബി അലൈഹിസ്സലാം ഒരു തണലിലേക്ക് മാറി നിന്നു. ഫഖാൽ, എന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ ഏതൊരു കാര്യം എനിക്ക്, ഏതൊരു നന്മ എനിക്ക് നൽകുന്നുണ്ടോ ആ നന്മക്ക് ഞാൻ അർഹനാണിപ്പോ. കാരണം കാശില്ല കയ്യില്, നാട്ടുകാരില്ല, പരിചയക്കാർ, ഇരുട്ടാവുകയാണ്, എവിടെ പോയി കിടന്നുറങ്ങും, ഒരു വീടുമില്ല, നാട്ടുകാരെ അറിയില്ല, 1000-ലേറെ കിലോമീറ്റർ ഇപ്പുറത്താ ഉള്ളത്. ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തു. ഈ മൂസാ നബി യാത്ര ചെയ്തിരിക്കാൻ ഇടയുള്ള ഈ ദൂരം 18 മണിക്കൂർ. എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ 100, 120, 130 സ്പീഡിൽ ഓടിയാൽ 18 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഓടണം. അതും പോരാന്ന് എനിക്ക് തോന്നുന്നു. അതുപോരാ, അത് ഫലസ്തീനിലേക്ക് എത്തുള്ളൂ. അവിടുന്ന് വീണ്ടും ജോർഡാനിലേക്ക്, മദീനയിലേക്ക് എത്തണം. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയൊരു ദൂരം യാത്ര ചെയ്തു വന്ന മൂസാ നബി ഈ ഒരു ഉപകാരം ചെയ്തിട്ട് അതിനെന്തെങ്കിലും തരുമോ? നമ്മൾ നോക്കുകൂലി പറയുന്ന കാലം. അതൊരു പണിയെടുക്കാണ്ട് നോക്കുന്നതിന് കൂലി വേണം. എന്നൊരു സുഹൃത്തൊരു ബ്രോക്കറിന്റെ കാര്യം പറഞ്ഞു. വണ്ടി വിൽക്കാൻ വേണ്ടി വെച്ചതായിരുന്നു, അഡ്വാൻസ് കൊടുത്തു, പിന്നെ തിരിച്ചു വാങ്ങിക്കൊണ്ടുപോയി, വണ്ടി കച്ചവടമായില്ല. ബ്രോക്കർ ഇപ്പൊ വിളിച്ച് ചോദിക്കുകയാണ്, പിന്നെ നമ്മളെ ബ്രോക്കറേജിന്റെ കായ് വേണം കേട്ടോ. കച്ചവടം നടന്നിട്ടേ ഇല്ല, പക്ഷെ ഞങ്ങൾ അതിനു വേണ്ടി ഇച്ചിരി ഓടി നടന്നിട്ടുണ്ട്. ഇപ്പൊ അരമണിക്കൂർ മുമ്പുള്ള ഫോൺ കോളാണ് ഈ സംഭവം ഞാൻ പറയുന്നത്. എന്റെ കൂട്ടുകാരന് വന്ന വിളി. അപ്പോ കച്ചവടം നടന്നിട്ടില്ല, എന്നാലും എനിക്ക് ബ്രോക്കറേജ് വേണം. ഇതാണ് നമ്മുടെ കാലം. മനുഷ്യന് ഉപകാരം ചെയ്യാതെ ലാഭക്കണ്ണോടുകൂടെ നോക്കുന്ന ഒരു കാലം. നമ്മുടെ മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടവരല്ലേ. അതുകൊണ്ടാണ് പലിശയെ ഇത്രത്തോളം ഇസ്ലാം എതിർത്തത്. ഒരു മനുഷ്യൻ കുടുങ്ങിയാൽ അവന് കാശ് വേണം. അതൊരു 1000-ഓ 10,000-ഓ കടം കൊടുക്കുമ്പോഴേ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു തരും. എനിക്ക് 10,500 വേണം, എനിക്ക് 20,000 തിരിച്ചു തരണം, 10,000 ഏറെ വേണം. ഇത് ചോദിക്കല്ലേ. നിങ്ങൾ മനുഷ്യരെ സഹായിക്കേണ്ടവരാ. കടം കൊടുക്ക്, ആ സംഖ്യ തന്നെ നിനക്ക് തിരിച്ചു തരും എന്നല്ലാതെ ഏറെ വാങ്ങിക്കരുത്. ഇത് മനുഷ്യത്വം നമ്മൾ കാണിക്കേണ്ടത് അനിവാര്യതയാണ് ഖുർആൻ പറയുന്നത്. നോക്കണം, മൂസാ നബി അലൈഹിസ്സലാം ഈ പെൺകുട്ടികളോട് അവർക്ക് സഹായം ചെയ്തു കൊടുത്തിട്ട് പിന്നെ കുട്ടികളെ വാപ്പയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും എനിക്ക് ഭക്ഷണം വേണം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ കിടന്നുറങ്ങാൻ ഒരു പുതപ്പ് കൊടുത്തയക്കണേ, ഒന്നും ചോദിച്ചിട്ടില്ല. ഫസഖാലഹുമാ ثم تولى إلى الظل. അവർക്ക് വെള്ളം കുടിപ്പിക്കുകയും തണലിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു. ഫഖാൽ, എന്നിട്ട് അല്ലാഹുവിനോടാണ് പറയുന്നത്, റബ്ബി, എന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, നീ എനിക്ക് ഏതൊരു അനുഗ്രഹം തന്നാലും ഞാൻ അതിന് അർഹനാണ് റബ്ബേ. ഇതൊരു രസമുള്ള ദുആയാണ്. തണലിലേക്ക് മാറുന്നു. പഠിച്ചോനെ, നീ എന്ത് അനുഗ്രഹം തന്നാലും ഞാൻ അതിന് അർഹനാണ് കേട്ടോ റബ്ബേ, ഞാൻ ഫഖീറാണ് ഇവിടെ. അങ്ങനെ മാറി നിൽക്കുമ്പോ അതാ വരുന്നു ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകള് സഫൂറ ബീവിയും അനുജത്തിയായ ലിയാ ബീവിയും രണ്ടുപേരും വരുന്നു. പിതാവ് പറഞ്ഞയച്ചതാണ്. പിതാവ് നേരത്തെ മക്കളെത്തിയപ്പോൾ ചോദിച്ചു, എന്തേ മക്കളെ ഇന്ന് നേരത്തെ എത്തിയല്ലോ വീട്ടിലേക്ക്? ഉപ്പാ, ഒരാള് ഞങ്ങളെ സഹായിച്ചു. സഹായിച്ചോ, എന്നാൽ അയാൾക്ക് നമ്മൾ തിരിച്ചൊരു ഉപകാരം ചെയ്യണം. നോക്കണം, ഖുർആൻ സൂറത്തുൽ ഖസസ്, ചരിത്രങ്ങൾ എന്ന് പറയുന്ന സൂറയാണ്. ആ സൂറന്റെ പേര് തന്നെ അതാണ്, സൂറത്തുൽ ഖസസ്. കഥനം, ചരിത്രം പറയാ. യൂസുഫ് നബിന്റെ ചരിത്രം അലൈഹിസ്സലാം പറഞ്ഞാരംഭിച്ച ആ ഒരു പരിശുദ്ധമായ സൂറയിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിവരിക്കുക. ഇത് തൊഴിലും തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധമാണ് വിശുദ്ധ ഖുർആൻ ഇതിലേക്ക് സൂചിപ്പിക്കാൻ. ആ ഒരു വിഷയത്തിന്റെ ഒരു ആമുഖം എന്ന നിലയിൽ ഈ ചരിത്രം പറഞ്ഞു തുടങ്ങുകയാണ്. വിയർപ്പ് തുള്ളികൾക്ക് വിലയുണ്ട് എന്നതാണ് നമ്മുടെ വിഷയം. അധ്വാനത്തിന് വിലയുണ്ട്, അത് ചെറുതല്ല.
ശുദ്ധ ഖുർആൻ പറയട്ടെ, ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅജിർ ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. പിതാവ് ഉപകാരം തന്റെ മക്കൾക്ക് ഉപകാരം ചെയ്തു കൊടുത്ത ഒരാൾക്ക് തിരിച്ചുപകാരം ചെയ്യണമെന്ന് ശുഐബ് നബി അലൈഹിസ്സലാം ആഗ്രഹിക്കുന്നു. സ്വാഭാവികമല്ലേ, നമുക്കൊരു ഉപകാരം ചെയ്താൽ പിന്നെ തിരിച്ചൊരു ഉപകാരം ചെയ്യണം അല്ലെ? ഒരു ഉപകാരം ചെയ്തു എന്നാ പിന്നെ വലൈക്കും അസ്സലാം എന്നാ ശരി ട്ടോ, അങ്ങനെയല്ല. അവർക്കൊരു ഉപകാരം ചെയ്യണം. എന്തെങ്കിലും ഒരു സമ്മാനം, എന്തെങ്കിലും ഒരു സന്തോഷിപ്പിക്കല്. നമ്മൾ വാങ്ങിക്കാൻ മാത്രമുള്ളവരല്ല, കൊടുക്കാനും ശീലിക്കേണ്ടവരാണ്. എല്ലാവരും കൊടുക്കണം. ചെറിയൊരു പൂവെങ്കിലും, ഒരു ചെറിയൊരു മിഠായിയെങ്കിലും, ചെറിയൊരു സമ്മാനമെങ്കിലും. തഹാദു തഹാബു എന്നാണ്. നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറണം, നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവുന്നു. ഒരു പെരുന്നാളാവാൻ മാത്രം കാത്തിരിക്കേണ്ട. എന്തെങ്കിലും ഒരു വേണ്ടപ്പെട്ടവർക്ക്, ഒരു ചെറിയ മക്കൾക്ക്, ഭാര്യയ്ക്ക്, ഉമ്മാക്ക്, ഉപ്പാക്ക്, പെങ്ങൾക്ക്, ആങ്ങളക്ക്, എന്തെല്ലാം ചെറിയൊരു സഹായം, ഒരു ചെറിയൊരു സമ്മാനം. ഇടക്കൊരു അത് പെങ്ങളെ വകയാണ്, അതിന് വില നോക്കരുത്, ഒരു സ്റ്റിക്കർ ഒട്ടിക്കരുത്. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് അല്ലെ, വില ഇല്ലാത്ത സാരിക്ക് പിന്നെ ഓരോരുത്തും വില ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, വില കുറവല്ലേ എന്ന് വിചാരിച്ച് വല്ല സൂറത്തിലോ മുംബൈയിലോ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നാൽ പോലും ഇതിനാകെ 500 ഉള്ളൂ, എന്റെ കൂടെല്ലാം പെണ്ണിട്ട് കിടക്കുന്നത് 9,000 സാരിയാണ് എന്നാ പറയാ. അങ്ങനെയല്ല ശരിക്കും നോക്കേണ്ടത്. സമ്മാനത്തിന് വില നോക്കരുത്, അത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ വില അമൂല്യമാണ്. ശുഐബ് നബി അലൈഹിസ്സലാം അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും സമ്മാനം കൊടുക്കണമെന്ന് മഹാനായ ചെറുശ്ശേരി ഉസ്താദിനെ ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മുടെ മഹാനായ ഗുരുനാഥൻ സൈനുൽ ഉലമ വഫാത്തായി പോയി. അല്ലാഹുവിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഉസ്താദ് പറയുമായിരുന്നു, ഒരു ആത്മവിമർശനം പോലെ ഉസ്താദ് പറയും, പണ്ഡിതന്മാർ, ഉസ്താദുമാർ അവരും കൊടുക്കാൻ ശീലിക്കണം. ഒരു വാങ്ങി കീശിക്കിടാൻ മാത്രം പഠിച്ചാൽ പോരാ, ഓരും കൊടുക്കാൻ പഠിക്കണം. അങ്ങനെ എത്രയോ വലിയ വലിയ കോടികളുള്ള ഉസ്താദന്മാരുണ്ട് ഇപ്പോഴത്തെ കാലത്ത്, പഴയ പോലെയല്ല. എന്നാലും വാങ്ങിച്ചു വെക്കാനേ പഠിക്കണുള്ളൂ, കൊടുക്കാനും പഠിക്കണം. ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. ജനങ്ങൾ നിങ്ങളുടെ വാങ്ങിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ. ഉസ്താദ് പറയും, പണ്ഡിതന്മാർ കൈക്കോട്ടുമാർക്കാവരുത് എന്ന് പറയും. കൈക്കോട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, അങ്ങോട്ട് വാരിയാനേ പറ്റുള്ളൂ, ഇങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂല എന്ന പോലെ ആവരുത് ആ മഹാൻ പറയുമായിരുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാവരും പരസ്പരം, ഇതൊരു വലിയൊരു കൺസെപ്റ്റാണ്. തഹാദു തഹാബു, നിങ്ങൾ സമ്മാനങ്ങൾ കൈമാറണം, നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവും. അറബികളാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പരിചയപ്പെട്ടിടത്തോളം ഏറ്റവും കൂടുതൽ ഹദിയകൾ കൈമാറുന്നത് അറബ് സമൂഹത്തിന്റെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അത് ഇസ്ലാമിൽ നിന്നുണ്ടായതാണ്. അതൊരു വല്ലാത്തൊരു നന്മയാണ്. ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബിക്ക് നന്മ ചെയ്യുകയാണ്. ഒരു 2 മക്കളെ പറഞ്ഞയച്ചിട്ട് മൂസാ നബിയെ വീട്ടിലേക്ക് വിളിക്കാൻ പോവാണ്. എന്തേ കാരണം എന്നറിയോ? ഒന്ന് സഹായം ചെയ്തു, മറ്റൊന്ന് ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅജിർ. മക്കളിൽ ഒരാൾ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ശുഐബ് നബിയോട്, പ്രവാചകനായ വാപ്പയോട് മക്കള് പറഞ്ഞു, ഉപ്പാ ഇസ്തഅജിറുഹു, നമുക്ക് കൂലിക്ക് ഒരാളെ വേണ്ടേ? ജോലിക്ക് പണിക്കൊരാള് വീട്ടിൽ ആവശ്യമുണ്ടല്ലോ. ഞങ്ങൾ 2 പെൺകുട്ടികൾ പുറത്തു പോയി ജോലി ചെയ്യുന്നതിന് പകരം ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉപ്പ. ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ. ഒരാളെ തൊഴിലാളിയെ തൊഴിലിന് വിളിക്കുമ്പോൾ ആ തൊഴിലാളിക്ക് വേണ്ട 2 ഗുണങ്ങളുണ്ട്. ഒന്ന് അൽ ഖവി, ജോലി ചെയ്യാനുള്ള കഴിവ് വേണം, ടാലന്റ് വേണം. ഏതൊരു കാര്യത്തിനും കഴിവ് വേണമല്ലോ. ഒരു മദ്രസാധ്യാപകനാന്ന് വിചാരിക്കുക, ഒരു മുഅല്ലിം, ഒരു ഉസ്താദ്. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ പഠിപ്പിക്കൽ വലിയ എളുപ്പമുള്ള കാര്യമാണെന്ന്. പണ്ഡിതനായതുകൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല, ഇൽമുണ്ടായതുകൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല. പണ്ടൊക്കെ അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നത്. ഇൽമുണ്ടായാൽ പിന്നെ ഒരു അധ്യാപകനാവാം, +2 പഠിപ്പിക്കാൻ, ഡിഗ്രി. പഠിപ്പിക്കൽ ഒരു സ്കില്ലാണ്, അതിന് കഴിവ് വേണം. എത്രയോ പണ്ഡിതന്മാരുണ്ട്, അവർക്ക് പഠിപ്പിക്കാൻ അറിയില്ല. എത്രയോ ഉസ്താദുമാരെ കാണാം, അധ്യാപകരെ കാണാം സ്കൂളുകളിൽ. നമ്മുടെ മക്കളൊക്കെ സഫർ ചെയ്യാൻ, അവർക്ക് ജോലി കിട്ടി, എങ്ങനെയോ കാശ് കൊടുത്തിട്ടോ അല്ലാതെ ജോലി കിട്ടി, പക്ഷെ അവർക്ക് പഠിപ്പിക്കാൻ അറിയില്ല. പണ്ഡിതന്മാരായ പണ്ഡിതകളാണ്, പക്ഷെ പഠിപ്പിക്കാൻ ഒരു കഴിവ് വേണം. അതുകൊണ്ട് ടീച്ചിങ് ഈസ് സ്കിൽ ബേസ്ഡ്, നോളജ് ബേസ്ഡ്. ടീച്ചിങ് എന്ന് പറഞ്ഞത് വിവരം നോക്കിയിട്ടല്ല, പഠിപ്പിക്കാനുള്ള ചില കഴിവ് വേണം. അതെല്ലാവർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും അധ്യാപകരാവാൻ പറ്റൂല. ഒരു പണിയും കിട്ടാത്തവരുന്ന നമുക്ക് മദ്രസ പണി എടുക്കുക, അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഒരു പണിയില്ലാത്തവരുന്ന പിന്നെ ട്യൂട്ടോറിയൽ തുടങ്ങുക, ഒരു പണിയില്ലെങ്കിൽ സ്കൂളിൽ കിട്ടുമോ നോക്കുക, അങ്ങനെയല്ല. ഓരോന്നിനും ഓരോ കഴിവ്, സ്കില്ലുകളുണ്ട്. ഒരു ആശാരിക്ക് ആ ആശാരിപ്പണി അറിയണം, ഒരു കുക്കിന് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയണം, ഒരു മേസ്തിരി പണി എടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ തേപ്പ് ജോലിക്കാരന് അതറിയണം, കാട് വെട്ടുന്ന ആൾക്ക് കാട് വെട്ടാൻ അറിയാം. ഇല്ലെങ്കിൽ അറിയുന്ന പണി എടുക്കണം, ഇല്ലെങ്കിൽ ആ പണി പഠിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്.
പരിശുദ്ധ നബി തങ്ങൾ പറയും, ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബു, അല്ലാഹുവിന് ഇഷ്ടമാണ്, ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിന, നിങ്ങൾ ആരെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി കൃത്യമായും ശരിക്കും ചെയ്യണം, ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ് എന്ന് പരിശുദ്ധ റസൂൽ, നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ജോലിയും കൂലിപ്പണിയെടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യരുത്, വെറുതെ കിടന്നുറങ്ങിയിട്ട് സമയം കഴിച്ച് കൂലി വാങ്ങി പോരണ്ട. ആ പണി അറിയില്ലെങ്കിൽ അറിയുന്ന പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. പണി പഠിക്കുക എന്ന് പറഞ്ഞ സംഗതി നോക്കിന്നാ പഠിക്കാൻ കഴിയില്ല. ഒരു കാര്യം മാസ്റ്റർ ചെയ്യണമെങ്കിൽ 10,000 മണിക്കൂർ ജോലി ചെയ്യണമെന്നാണ് നമ്മൾ പറയില്ല. ഒരു കാര്യം ആൾ എക്സ്പേർട്ടാണ്, നമ്മൾ പറയും എന്താ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയും നമ്മൾ 10 കൊല്ലം ആ സ്കൂളിൽ ജോലി ചെയ്തിട്ട് 20 കൊല്ലം ജോലി ചെയ്തിട്ട് പരിചയമുണ്ട്, 30 കൊല്ലം പഠിപ്പിച്ച പരിചയമുണ്ട് എന്നൊക്കെ നമ്മൾ CV-യിലൊക്കെ എഴുതും. എന്താ അതിൻ്റെ അർത്ഥം? 1 കൊല്ലം 30 കൊല്ലം ആവർത്തിച്ചു എന്നാണ്. ഒറ്റ കൊല്ലം പണിയെടുത്തിട്ടുണ്ടാവുള്ളൂ, ബാക്കി പിറ്റത്തെ കൊല്ലം അത് തന്നെയാണ് പഠിപ്പിക്കുക, പിറ്റത്തെ കൊല്ലം അത് തന്നെയാണ്. അങ്ങനെ പുസ്തകം കാണാപ്പാടാണ്. അങ്ങനെ 20 കൊല്ലം, അത് 1 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൂ, 20 ആയിട്ടില്ല. 1 കൊല്ലത്തേത് 20 കൊല്ലം ആവർത്തിച്ചു എന്നേ വന്നിട്ടുള്ളൂ എന്നാണ്. നമ്മൾ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തെ ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന ചില യാഥാർത്ഥ്യങ്ങളാണിത്. സ്കില്ലില്ല ആളുകൾക്ക്, പഠിപ്പിക്കാൻ അറിയില്ല, അങ്ങനെ പോകുന്നു, അങ്ങനെ ജോലിയായിട്ട് അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് മക്കളുടെ സമയം നഷ്ടപ്പെടും. എല്ലാ ജോലികളും അങ്ങനെ. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് എൻ്റെ വിഷയം പറയുന്നത് മാത്രം. പഠിപ്പിക്കാൻ അറിയണം, അതൊരു വേറെ, അത് വിവരം ഉണ്ടായിട്ട് കാര്യമില്ല. പഠിപ്പിക്കാൻ അറിയണം. ടീച്ചിങ് ട്രെയിനിങ് കോഴ്സുകൾ വേണം. നമ്മൾ എങ്ങനെയാ എവ്രി ചൈൽഡ് ലേൺസ് ഇൻ എ ഡിഫറെന്റ് വേ. എല്ലാ കുട്ടികളും പഠിക്കുന്ന വ്യത്യസ്ത രീതിയിലാണ്. എല്ലാവർക്കും ഒരുപോലെ പഠിപ്പിച്ചു കൊടുത്താൽ പഠിക്കാൻ കഴിയില്ല. എല്ലാ മക്കളും ഒരുപോലെയല്ല എന്നതൊക്കെ പോലെ ഇതൊക്കെ ഹദീസിന്റെ ഭാഗമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിന, നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നുണ്ടോ ആ ജോലി ശരിക്ക് ചെയ്യണം, ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹുവിന് ഇഷ്ടമുള്ള ജോലിയല്ലേ നമ്മൾ ചെയ്യുന്നത്. ജോലി ചെയ്യുന്നത് നന്നായാൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. പെണ്ണുങ്ങൾ കുക്ക് ചെയ്യാൻ, പാചകം ചെയ്യാൻ, അത് ശരിക്കും പഠിക്കുക. ചില നന്നായിട്ട് കുക്ക് ചെയ്യുന്ന, കോഴിക്കോടൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന വീടുകളാണ്. എന്നാലും ഇപ്പുറത്തെ കൂട്ടുകാരി അല്ലെങ്കിൽ തൊട്ട അയൽപക്കത്തുകാരി അവള് നന്നായിട്ട് ഭക്ഷണം, എന്നാ പോയിട്ട് പഠിക്കുക. വസ്ത്രം അലക്കാൻ നിൽക്കുകയാണ്, അത് പിന്നെ അലക്കി കഴിഞ്ഞിട്ട് അവിടെ ഒരു കറ, ഇവിടെ ഒരു ചെളി, ഇവിടെ ഒരു പോകാത്ത, അങ്ങനെ അത് വൃത്തിയായിട്ട് ചെയ്യാം. മുറ്റടിച്ചു വാരാൻ, അത് വൃത്തിയായിട്ട് ചെയ്യാം. ഏത് കുട്ടികളെ കുളിപ്പിക്കുകയാണ്, നോക്കുമ്പോൾ ചെവിൻ്റെ ഉള്ളിൽ സോപ്പ് പദം മാറി പോയിട്ടില്ല, എന്നിട്ട് കുളിപ്പിച്ച് ഉണക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ കുളിപ്പിക്കുക, ശരിക്കും കുളിപ്പിക്കുക. എന്ത് ചെറുതോ വലുതോ, ഞാൻ ഉദാഹരണം പറഞ്ഞു, എഞ്ചിനീയറിംഗും അതുപോലെ സ്കിൽ ബേസ്ഡ് ആയ ഒരുപാട് എത്രയോ വൊക്കേഷണൽ സംഭവങ്ങളുണ്ട്. അതൊക്കെ അങ്ങനെ മനസ്സിലാക്കുക. ഒരു IT സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, മര്യാദക്ക് പണിയെടുക്കുക, അല്ലേ? ഒരു എഞ്ചിനീയറിംഗ് ആണ്, ശരിക്ക് പണിയെടുക്കുക. പാലം പണിയാണത്, ശരിക്ക് പണിയണം. ഏതൊരു കാര്യവും പെർഫെക്റ്റ് ചെയ്യൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹിസ്സലാമിനെ ജോലിക്കാരനായി വിളിക്കാൻ പോകുന്നു. ശുഐബ് നബി അലൈഹിസ്സലാം 2 ക്വാളിഫിക്കേഷനാ പറഞ്ഞു. ഒന്ന് അൽ ഖവിയ്യു, യോഗ്യനാണ്, ടാലന്റ് ഉണ്ട് മൂസാ നബി അലൈഹിസ്സലാം. കൂലിപ്പണിക്ക് വിളിക്കുമ്പോൾ അധ്വാനം വേണ്ടേ, ആരോഗ്യം വേണ്ടേ? ആരോഗ്യമുണ്ട്. പിന്നെ അൽ ഖവിയ്യുൽ അമീൻ, സത്യസന്ധനായ ആളുമാണ് മൂസാ നബി അലൈഹിസ്സലാം ഉപ്പ. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ നമുക്ക് വീട്ടിൽ ജോലിക്ക് വിളിക്കാം. ആരോഗ്യമുണ്ട്, ജോലി ചെയ്യാൻ അറിയും, പിന്നെ ആള് സത്യസന്ധനാണ്. എങ്ങനെയത് മനസ്സിലായതെന്നറിയോ? വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ സഹായിക്കാനും തിരിച്ച് നന്ദി പറയാനും ഈ പെൺകുട്ടികളുടെ ഉപ്പയായ ശുഐബ് നബി അലൈഹിസ്സലാം, ചില ചരിത്രങ്ങളിൽ അത് യറൂൻ എന്ന് പറയുന്ന ഒരു മഹാനായിരുന്നു. ശുഐബ് നബി ആയിരുന്നില്ല എന്നും അഭിപ്രായമുണ്ടവിടെ. ഇരിക്കട്ടെ, അഭിപ്രായമില്ലാത്ത, 2 അഭിപ്രായമില്ലാത്ത ഒരു സംഭവം ഉണ്ടാവില്ല ലോകത്ത്. പ്രബലമായ അഭിപ്രായത്തിൽ ശുഐബ് നബി അലൈഹിസ്സലാമാണ്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനെ വീട്ടിലേക്ക് മക്കളെ അയച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഒരു കാര്യം പറഞ്ഞു. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളോട്, ഒന്ന് സഫൂറ, അവരെയാ പിന്നീട് കല്യാണം കഴിച്ചത്. ശുഐബ് നബി കല്യാണം കഴിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത്. അവരുടെ അനിയത്തിയുണ്ട് ലിയ എന്ന് പറയുന്ന മഹദി. 2 പേരും വന്നപ്പോ മൂസാ നബിയെ വീട്ടിലേക്ക് വിളിക്കാൻ. മൂസാ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ, എന്ത് അനുഗ്രഹം കിട്ടിയാലും ഞാൻ അതിന് അർഹനാണ്, എനിക്ക് എന്തെങ്കിലും സഹായം ഇവിടെ വേണം. ആ പെൺകുട്ടികൾ വീട്ടിലേക്ക് പോകും. മൂസാ നബി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, പിന്നെ നിങ്ങൾ എന്റെ ബാക്കിൽ നടന്നാൽ മതി, ഞാൻ മുമ്പിൽ നടക്കാം. വഴി ഞാൻ തെറ്റിപ്പോകുമ്പോൾ നിങ്ങൾ 2 വഴി, റൈറ്റും ലെഫ്റ്റും ഉണ്ടെങ്കിൽ ഒരു കല്ലെടുത്തിട്ട് എന്റെ മുമ്പിലേക്ക് ആ വഴി ഭാഗത്തേക്ക് എറിഞ്ഞാൽ അത് റൈറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് എറിഞ്ഞാൽ ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞോളാം. നിങ്ങൾ എന്റെ മുമ്പിൽ നടക്കണ്ട, ഞാൻ നിങ്ങളുടെ മുന്നിൽ നടക്കാം. എന്തായി പറയണത്?
ഒരു ചെറുപ്പക്കാരിയായ അല്ലെങ്കിൽ ഒരു പെണ്ണ്, ആരോഗ്യമുള്ളൊരു സ്ത്രീ, ആ അന്യ ഒരു പെണ്ണിന്റെ ബാക്കിൽ ഒരു പുരുഷൻ നടക്കുന്നത് പൈശാചിക ചിന്തകൾ ഉണ്ടാക്കുമെന്ന് പഠിപ്പിക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാം. പെണ്ണുങ്ങൾ കടന്നു പോവാണ്, അവര് ഒരു പരിപാടി കഴിയുമ്പോൾ എന്താ, പുരുഷന്മാർ പിരിഞ്ഞു പോകുന്നു, പിന്നീട് പെണ്ണുങ്ങൾ പോകുന്നു എന്നല്ല, പെണ്ണുങ്ങളുടെ ബാക്കിൽ പുരുഷന്മാർ നടക്കരുത്. ഇത് പഠിപ്പിച്ചു മൂസാ നബി അലൈഹിസ്സലാം. ആ മക്കളോട് പറയാ, ഞാൻ മുമ്പിൽ നടക്കാം, ഒന്ന് കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റും, അനാവശ്യമായ ചിന്തകളെ ഒഴിവാക്കാൻ പറ്റും, പൈശാചികമായ ആലോചനകൾ വരില്ല. ആ ഒരു സത്യസന്ധത കൂടെ കണ്ടപ്പോഴാ മക്കള് വാപ്പയോട് പറഞ്ഞത്, ഉപ്പാ ഈ ചെറുപ്പക്കാരൻ സത്യസന്ധനാണ്, മോശം പ്രവൃത്തി ചെയ്യൂല. എത്ര ആൾക്കാരുണ്ട് മോലാന്റെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് മോലാന്റെ പെണ്ണുങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നവര് ഇല്ലേ? നമ്മൾ വായിക്കുന്നില്ലേ? എന്തേ? ആളൊക്കെ നല്ല ഡ്രൈവറാ, സത്യസന്ധനല്ലായിരുന്നു. എത്ര മുതലാളിമാർ കച്ചവടം പൂട്ടിപ്പോയിട്ടുണ്ട്, ക്യാഷിനിരുത്തിയത് സ്വന്തം അമ്മായിന്റെ മകനാ, പറഞ്ഞിട്ട് കാര്യമില്ല, സത്യസന്ധനല്ല, കാശ് അങ്ങനെ അടിച്ചു മാറ്റുകയാണ്, പിന്നെ അയാൾക്ക് ഇങ്ങനെ വാടക പോലും കൊടുക്കാൻ പറ്റാണ്ട് കച്ചവടം പൂട്ടിപ്പോയി പറയാറില്ലേ? രണ്ട് ക്വാളിറ്റിയാ വേണ്ടത് ജോലിക്ക്. നമ്മളൊക്കെ തൊഴിലാളികളാണ് ഈ പ്രദേശത്ത്, അല്ലേ? കൂലിവേല ചെയ്യുന്നവരാണ്. ഒന്ന് കഴിവ് വേണം, ജോലി പഠിക്കണം, മറ്റൊന്ന് സത്യസന്ധത. ഇദാ ദുയ്യഅതിൽ അമാന, സത്യസന്ധത ലോകത്ത് ഇല്ലാതെയായി പോയാൽ ഫൻതുദരി സാഅ, പിന്നെ ഈ ലോകത്തെ അല്ലാഹു നശിപ്പിക്കുന്ന ലോകാവസാനം നിങ്ങൾക്ക് കാത്തിരിക്കാം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിലേക്ക് വരാം. മൂസാ നബി അലൈഹിസ്സലാമിനോട് ശുഐബ് നബി പറയുകയാണ്, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബനതയ്യ ഹാതൈൻ അലാ അൻ തഅജുറനി 8 ഹിജജ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ശുഐബ് നബി, ഇന്നി ഉരീദു അൻ ഉൻകിഹക, എൻ്റെ പെൺമക്കളിൽ ഒരാളെ, ജ്യേഷ്ഠത്തിന് അനുജത്തിന് ഒരാൾക്കൊപ്പം കല്യാണം കഴിക്കാൻ പാടില്ല. അത് ഹറാമാണ്. ജ്യേഷ്ഠത്തി മരിച്ചിട്ട് അനിയത്തിനെ കല്യാണം കഴിക്കാം എന്നല്ലാതെ ജ്യേഷ്ഠത്തി അനുജത്തിയും 2 ഭാര്യമാരായിട്ട് ഒരാൾക്ക് ഒരു സമയം ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാമിൽ അത് ഹറാമാണ്. എന്റെ മക്കളിൽ ഒരാളെ നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. ഒരു കണ്ടീഷൻ ഉണ്ട്, 8 വർഷം നിങ്ങൾ എന്റെ കൂടെ ഇവിടെ താമസിക്കണം, എനിക്ക് ജോലി ചെയ്യണം. അതിന് പകരമായി, അത് മഹറായി നിങ്ങൾക്ക് ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചത്. അവരുടെ ശരീഅത്തിൽ അത് ജായിസാണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ ആ 8 നിർബന്ധമാണ്, അതിൽ കൂടെ 2 കൂടെ അങ്ങോട്ട് കൂട്ടിയത് 10 ആക്കി തന്നാൽ അത് നിങ്ങളുടെ ഇഷ്ടം. മുസനബിയെ, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും ഞാനൊരു സജ്ജനങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്ന്. എന്താണ് ഈ പറഞ്ഞ്? 8 കൊല്ലം ജോലി ചെയ്തിട്ട് മോളെ കല്യാണം കഴിച്ചു തരാം. നമ്മൾ വിചാരിക്കും 8 കൊല്ലം എന്നൊക്കെ കൂടുതലല്ലേ, എന്തേ ഇപ്പൊ ശുഐബ് നബി ഒരു 8 മാസം എന്നൊക്കെ പറഞ്ഞാൽ, ഇത് 8 കൊല്ലം എന്തേ പറയാൻ കാരണം? അതിന് മുഫസ്സിരീങ്ങൾ അവിടെ പറഞ്ഞൊരു വിഷയമുണ്ട്. ഈജിപ്തിൽ നിന്ന് ഒരു കൊലപാതക കുറ്റത്തിൽ അറിയാതെ കൊല ചെയ്യപ്പെട്ടു പോയ സംഭവത്തിൽ പ്രതിയാണ് മൂസാ നബി അലൈഹിസ്സലാം. ഈജിപ്തിലെ ഒരു നിയമമുണ്ട്, അവിടുത്തെ ഒരു കുറ്റവാളി, അലിഖിത നിയമമുണ്ട്. ഓൾഡ് ഈജിപ്തിന്റെ ഫറോവ ടൈമിൽ ഒരു കുറ്റവാളി 8 വർഷമോ അതിലേറെയോ രാജ്യത്തിന് പുറത്തു കടന്ന് 8 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നാൽ 8 കൊല്ലം മുമ്പ് ചെയ്ത കുറ്റത്തിന് അയാളെ ശിക്ഷിക്കാൻ പാടില്ല. ഇത് ആർക്കറിയാം? ശുഐബ് നബിക്കറിയാം. മൂസാ നബി ഇതിനിടക്ക് പോയാൽ ഫറോവയും കൂട്ടനും പിടിക്ക് ശിക്ഷിക്കും. അതുകൊണ്ട് ഇനി ഈജിപ്തിലേക്ക് 8 വർഷത്തിനുള്ളിൽ കടക്കരുത്, എന്റെ കൂടെ വേണം എന്ന് പഠിപ്പിക്കുകയാണ് ശുഐബ് നബി അലൈഹിസ്സലാം. അത് മൂസാ നബിയോട് ചെയ്തൊരു കാരുണ്യമാണ്. ഇവിടെ ജോലി നിൽക്കുന്നതാരാ? മൂസാ നബി. ആരാ എംപ്ലോയർ? ജോലി കൊടുത്ത ആളാരാ? പ്രവാചകൻ ശുഐബ് നബി അലൈഹിസ്സലാം. ജോലിക്ക് വിളിക്കുന്ന ഒരാൾക്ക്, നമുക്ക് വീടുകളിൽ പ്രസവത്തിന് നിൽക്കാൻ ആൾ വരും. ചിലപ്പോഴൊക്കെ ഈ പ്രസവത്തിന് നിൽക്കാനൊക്കെ വരുന്നത് വേറെ വിഷയമാണ്. അതായത് വെറുതെ അഭിമാനത്തിന് ചെയ്യുന്നു. സ്വന്തം വീട്ടിൽ അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരുണ്ട്. എന്നാലും പെണ്ണെ, നാട്ടുകാർ ചോദിക്കൂലേ, നിങ്ങളെ വീട്ടിൽ ആരാ നിൽക്കാൻ വന്ന്, എന്തേ നിങ്ങൾ കൊടുത്തത്? ഇങ്ങനെ ഈ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാശും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഒരു പണിയും ചെയ്യാണ്ട് പോകുന്ന പേറ്റുനോവിന് നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട് കേട്ടോ. നല്ല എത്രയോ ആളുകളുണ്ടതിൽ. പക്ഷേ വെറുതെ ഒരു മാമൂലിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു കാര്യമില്ല. പിന്നെന്തേ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട? അമ്മായിയും അമ്മോഷനൊക്കെ വരുമ്പോ മോശല്ലേ ഒരാളോട് നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ എന്നൊക്കെ ചിന്തിച്ച് വെറുതെ സുബ്ഹാനല്ലാഹ് അനാവശ്യമായ ചെലവുകൾ വെറുതെ ഉണ്ടാക്കുക, മാമൂലുകൾ കെട്ടിയുണ്ടാക്കുക. നമുക്ക് ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ആളെ വിളിക്കണം.
നമ്മുടെ വീടുകൾക്ക് ഡൊമസ്റ്റിക് ജോലികൾക്ക് വേണ്ടി വരും, നമുക്ക് വീട് പണിക്കോ മറ്റു വിഷയങ്ങൾക്കോ ചെയ്യാൻ ആളെ വേണ്ടി വരും. അങ്ങനെ ഒരു ആവശ്യം നമുക്കുണ്ടായാൽ നമ്മൾ ഒരാളെ ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ക്വാളിഫിക്കേഷൻ? ഷുഐബ് നബി പറയാൻ, വമാ ഉരീദു അൻ അശുഖ അലൈക്, മൂസ നബിയെ നിങ്ങളെ ഞാൻ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാളും ജോലിക്കൊരാളെ വിളിച്ചാൽ പ്രയാസപ്പെടുത്തരുത്. ജോലി ചെയ്യുന്ന ആൾ ഇങ്ങോട്ടും പ്രയാസപ്പെടുത്താൻ പാടില്ല. ലാ ദററ വലാ ദിറാറ. ആകെ 9 മണിക്ക് ജോലിക്ക് വരിക, പിന്നെ 10 മണിക്ക് ചായ കുടിക്കാൻ കയറുക, അത് വാട്സപ്പിൽ ഇരുന്ന് ഒരു 2 പാട്ടും ഒരു അര സിനിമയും കണ്ട് പിന്നെ രണ്ടാമത് ജോലിക്ക് ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഉച്ചച്ചോറും. ഇതൊക്കെ വീട്ടുകാരനെ നെഞ്ച് പടക്കാണ്. റബ്ബേ 600-700 എണ്ണി കൊടുക്കണം ഇപ്പം വൈകുന്നേരം ആകുമ്പോഴേക്ക്. പിന്നെ ഉച്ച കഴിഞ്ഞ് ഉറക്കിനൊരു കൂർക്കം വലിയും പെരക്കാരുടെ നെഞ്ച് പടക്കാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 തേപ്പും തേച്ചാൽ ഒരു പോയി കുപ്പായം മടക്കി പോവാണ്. ഇതാണ് ഇപ്പോഴത്തെ കൂലിപ്പണി. അതിന്റെ കൂടെ 1.5 പണി വേറെയും. അപ്പോ ഇങ്ങനെയൊക്കെ ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാട് പാടില്ലേ? അത് ചെയ്തുകൂടെ? നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ സത്യസന്ധരാണെന്ന്, നമ്മുടെ മതമാണിത് എന്ന് ജോലി കൊണ്ട് തെളിയിക്കേണ്ടവരാ, മൈക്കി പറയേണ്ടവരല്ല നമ്മൾ. ഒരു മുസ്ലിമിനെ ജോലിക്ക് വിളിച്ചാൽ അവൻ അന്തസ്സായിട്ട് ആ ജോലി സമയം 8 മണിക്കൂർ 9 മണിക്കൂർ കൃത്യമായി ജോലി ചെയ്യും. അതിനിടക്ക് വല്ല സമയം നഷ്ടപ്പെട്ടാൽ അത് അവൻ വീണ്ടെടുക്കും എന്ന ഒരു ധാരണ നമ്മുടെ മതം നമ്മിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യേണ്ടവരാണ്. ഷുഐബ് നബി അലൈഹിസ്സലാം ഒരു എംപ്ലോയറുടെ ക്വാളിറ്റിയായി ഇവിടെ പറയുന്നത്, വമാ ഉരീദു അൻ അശുഖ അലൈക്, മൂസ നബിയെ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ. പറഞ്ഞ വേതനം കൊടുത്ത് മാന്യനായ നല്ല മനുഷ്യനാണ് എന്റെ മുതലാളി എന്ന് തൊഴിലാളിക്ക് ബോധ്യപ്പെടണം. മൂസ നബിയെ ഞാനൊരു സ്വാലിഹായ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടും പിന്നീട് എന്ന് ഷുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞ 2 വാക്കുകള് മൂസാ നബി അലൈഹിസ്സലാം അതിന് മറുപടി കൊടുത്തു, ദാലിക ബൈനി വ ബൈനക. 8 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം. മൂസാ നബി അലൈഹിസ്സലാം 10 വർഷമാണ് പൂർത്തിയാക്കുന്നത്. ദാലിക ബൈനി വ ബൈനക. ഷുഐബ് നബിയെ ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു കരാറാണ്. അയ്യമൽ അജലൈനി ഖളൈതു ഫലാ ഉദ്വാന അലൈ. ഈ 2 സമയം, ഒന്ന് 8 വർഷം അത് നിർബന്ധം, അല്ലെങ്കിൽ 10, ഇതിലേത് ഞാൻ നിർവഹിച്ചാലും ഫലാ ഉദ്വാന അലയ്യ, എന്നോട് അപ്രിയം തോന്നരുതേ. വല്ലാഹു അലാ മാ നഖൂലു വകീൽ. നമ്മൾ ഈ പറയുന്നതിന് അല്ലാഹു സാക്ഷിയാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ജോലിക്ക് വെക്കുമ്പോൾ പല പേപ്പറും സൈൻ ചെയ്തേക്കാം, കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും, തൊഴിലാളിക്കും മുതലാളിക്കും അവകാശങ്ങൾ നേടിയെടുക്കാന്ന് പറഞ്ഞ് സമരം ചെയ്യാം. പക്ഷേ നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്. മൂസാ നബി പറയാണ്, ഷുഐബ് നബിയെ ഞാനും നിങ്ങളും തമ്മിലുള്ള ഈ കരാറിന് അല്ലാഹു സാക്ഷിയാണ്. പേപ്പറിൽ എഴുതുന്നതിനപ്പുറം മനസ്സാക്ഷിയെ, അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. ജോലിയിൽ ഉടമസ്ഥൻ തൊഴിലാളിയോടും തൊഴിലാളി ഉടമസ്ഥനോടും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മൾ ഈ ചർച്ചയുടെ ആരംഭമായി നമ്മൾ കുറിക്കുന്നത്. വിശുദ്ധ ഇസ്ലാം വിയർപ്പിന് വില നൽകിയ മതമാണ്. വിയർപ്പിന് വില നൽകിയ മതമാണ്. ജോലി ഒരു അമാനത്താണ്. ജോലികളെല്ലാം ഒരു വിശ്വസ്തതയാണ്. ഒക്കെ അങ്ങനെയാണ്. ഓരോ ജോലിക്കാരനെയും ഖുർആൻ പറഞ്ഞത് ഉത്തരവാദിത്വമുള്ള ആൾ എന്നാണ്. വാൽ എന്നാണ് ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം. നമ്മുടെ വാലിൻ, അറബിയിലെ വാലിട്ടോ, കുരങ്ങന്റെ വാലല്ലേ, വാൽ ഉത്തരവാദിത്വം. മാ മിൻ വാലിൻ യസ്തറഈഹില്ലാഹു അലാ റഈയത്തിൻ യമൂതു യൗമ യമൂത് വഹുവ ഗാശുൻ ലിറഈയതി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്നഹ. തൊഴിലുറപ്പ് പോലുള്ള പരിപാടിക്കല്ലേ നാട്ടിൽ, ഇവിടെയൊക്കെ തൊഴിലുറപ്പൊക്കെ അല്ലേ? അത് എത്രയാണ് അതിന്റെ കാശ് ഗവൺമെന്റ് നമ്മുടെ പഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. ശരി, അത് പണിയെടുക്കണം. വെറുതെ കത്തിയും വീശി നടന്നിട്ട് അവസാനം പൈസ വാങ്ങി പോയിട്ട് കാര്യമില്ല. പണിയെടുക്കണം. ഇല്ലാത്തവരിതിൽ പോവരുത്, ദയവ് ചെയ്തിട്ട് വഞ്ചന ചെയ്യരുത്. ഏതൊരാൾക്കും ഒരു ജോലി ചെയ്യാനുള്ള അവസരം അള്ളാഹു നൽകിയാൽ അവരെ വാലിൻ, ഗവർണർ എന്ന് പറയുന്ന പ്രയോഗമാണ്. വാലിൻ എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് പറയുന്ന വാക്കാണ് അറബിയിൽ. ഏതൊരു ജോലിക്കാരനും ഒരു ഗവർണർ, ഒരു ഉത്തരവാദിത്വമുള്ള ഭരണാധികാരിയെ പോലെയാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് കീഴിലുള്ള ആളുകളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും
വഞ്ചന നടത്തി മരിക്കുകയാണെങ്കിൽ യമൂതു യൗമ യമൂത്, ജോലിയിൽ മരിക്കല്ല, ജോലിയൊക്കെ അന്ന് ചെയ്തു. അറബിനെ പറ്റിച്ചു പോന്നിട്ടൊക്കെ നാട്ടിൽ വലിയ വലിയ കൊട്ടാരം ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയല്ലേ ഒരാൾക്ക് ഒരു അറബിയുടെ സ്വന്തം സ്പോൺസറെ നാട്ടിൽ കൊണ്ടുപോയി, നാട്ടിൽ ഇങ്ങോട്ട് കേരളത്തേക്ക് കൊണ്ടുവന്നു. മുതലാളിയായ അറബിക്ക് വീട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. തിരിച്ചു പോയിട്ട് പിന്നെ മുപ്പരെ ഹുറൂജടിച്ച് പറഞ്ഞയച്ചിരിക്കുക. ആ അറബിക്കില്ല അത്ര നല്ല വീട് മുപ്പര നാട്ടില്. പിന്നെ എങ്ങനെ എന്റെ തൊഴിലാളി ഇത്ര വലിയ വീട് ഇവിടെ ഉണ്ടാക്കിയത്? ഇവർക്ക് ഉറപ്പായി ബന്ധം അടിച്ചു മാറ്റിയിട്ടുണ്ട്. പിന്നെ ജോലി പോയതാ കഥ പിന്നെ കേട്ടത്. ഉണ്ടായൊരു സംഭവമാണത്. ഇങ്ങോട്ട് അറബിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടേ തിരിച്ചു പോയിട്ട് വിസ ക്യാൻസലാക്കി പറഞ്ഞയച്ചു. അപ്പൊ എത്രയോ ആളുകൾ വഞ്ചന ചെയ്യുന്നവരുണ്ട്. ഇതില്ലാന്ന് പറയാൻ വയ്യ. എല്ലാ മനുഷ്യരും ഉണ്ടാവുമല്ലോ പല കുബുദ്ധിയുള്ളവരെ. അങ്ങനെ നമ്മൾ വഞ്ചന ചെയ്ത് മരിക്കുകയാണെങ്കിൽ സ്വന്തം കീഴിലുള്ള ജോലിക്കാരോട്, താൻ ജോലി ഏൽപ്പിക്കപ്പെട്ട വിഷയത്തോട്, ചിലരോട് അങ്ങനെ പറയാം, നിങ്ങൾ സീലിങ്ങിന്റെ വർക്ക് ചെയ്യണം, സാധനങ്ങൾ നിങ്ങൾ വാങ്ങിച്ചിട്ട് വാ. ഇപ്പം വാങ്ങിച്ചു വരും. 1000-ന് 1500 ബില്ല് എഴുതും. 25,000 ഉള്ള സാധനത്തിന് 38,000 ബില്ല് എഴുതും. 40,000 സാധനത്തിന് 68,000 ബില്ല് എഴുതും. അത് വഞ്ചനയാണ്, ചെയ്യരുത്. വീട്ടുകാരെ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതല്ലേ, ആ പൈസക്കുള്ള ക്വാളിറ്റി ഉണ്ടോ ഇത് നോക്കൽ നിങ്ങളുടെ ബാധ്യതയല്ലേ. പിന്നെ ജോലിക്കാര് മറ്റൊരാളോട് പറയാം, പിന്നെ സംഗതി 2000 ഉള്ളെങ്കിൽ 2500 ബില്ലിട്ടൊക്കെ. അപ്പം ബില്ലിടാൻ നിർബന്ധിതനായി പോവുക കച്ചവടക്കാരൻ. ഇത് വഞ്ചനയാണ്, ചതിയാണിത്, ചെയ്യാൻ പാടില്ലാത്തത്. കച്ചവടക്കാരും അങ്ങനെ കള്ള ബില്ലിട്ട് കൊടുക്കരുത്, കള്ള ബില്ല് ചോദിക്കാനും പാടില്ല. ഇതൊക്കെ ഇസ്ലാമല്ലേ. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി മദ്രസയാണ് പിന്നെ കഴിഞ്ഞു. ഇസ്ലാം നമ്മുടെ ജോലി സ്ഥലത്തുണ്ട്. ഇസ്ലാം നമ്മുടെ അധ്വാനത്തിൽ നമ്മുടെ കൂടെയുണ്ട്. ഇസ്ലാം ലോകത്ത് ആയുസ്സോടെ നമ്മൾ ജീവിക്കുന്ന കാലമത്രയും ഇസ്ലാമിക നിയമങ്ങൾ നമ്മോട് ശ്വാസം വിടാൻ, മനുഷ്യന്റെ കൈ ഉയർത്താൻ, 2 അടി നടന്നു വെക്കാൻ, കൈകാലുകൾ അനങ്ങുന്നതിന് ഇസ്ലാമിൽ നിയമമുണ്ട്. ഇതാണ് ഇസ്ലാം. കമലാസുരയ്യ മാധവിക്കുട്ടി അല്ലേ, അവർ കമലാസുരയ്യ ഇസ്ലാം സ്വീകരിച്ചു മരണപ്പെട്ടു. അവർ ഇസ്ലാമിനെ കുറിച്ച് ഒരൊറ്റ വരിയിൽ നിങ്ങൾ മുസ്ലിമായ അനുഭവം എന്ന് പറയും. എന്താ ഇസ്ലാം? മാധവിക്കുട്ടിയായിരുന്ന കമലാസുരയ്യ ആ മഹതി പറഞ്ഞൊരു വാക്ക്, ഏതൊരു അനക്കത്തിനും അടക്കത്തിനും നിയമമുള്ള മതമാണ് ഇസ്ലാം. എന്തിനും നിയമമുണ്ട്, അതാണ് ഇസ്ലാം. എല്ലാറ്റിനും, വെറും പള്ളിയിലും മദ്രസയിലും മാത്രമല്ല ഇസ്ലാം കിടക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വഞ്ചിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കില്ല. ജോലിക്കാരൻ വഞ്ചന നടത്തി, മുതലാളി വഞ്ചന നടത്തി, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ആളുകൾ വഞ്ചന നടത്തിയാൽ ഇതൊരു പക്ഷെ ആർക്കും പിടിക്കാൻ കഴിയും. ഒരു CBIക്കും പിടിക്കാൻ പറ്റില്ല എന്ന് വരും. നമ്മൾ വിചാരിക്കും CBI കണ്ടെത്തിയാൽ മാത്രമേ തെറ്റാവുള്ളൂ. അങ്ങനെയാണോ? തെറ്റന്നല്ലേ, തെളിഞ്ഞാലും ഇല്ലെങ്കിലും ചെയ്തവർക്കറിയാമല്ലോ തെറ്റ് തെറ്റാണ്. അത് ചെറുതും വലുതും അങ്ങനെയാണ്. വഞ്ചന നടത്തിയോ അവർക്ക് സ്വർഗ്ഗം നിഷിദ്ധമാണ്. നിസ്കരിച്ചാൽ മാത്രം കിട്ടുന്നതല്ല സ്വർഗ്ഗലോകം എന്നറിയണം. മനുഷ്യരോടുള്ള ബന്ധം അതിലും വലുതാണ്. വിശുദ്ധ ഖുർആൻ പറയട്ടെ, ഇന്നാ അറദുനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. അല്ലാഹു വിശ്വസ്തത ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ആകാശലോകങ്ങളോട് ചോദിച്ചു, ഭൂമിയോട് ചോദിച്ചു, പർവ്വതങ്ങളോട് ചോദിച്ചു. ഭൂമിന്റെ ഭാഗം തന്നെയാണ് പർവ്വതം. എന്നാലും ഭൂമിയിലെ വലിയ വലിയ ഭാഗങ്ങളായതുകൊണ്ട് പർവ്വതങ്ങളെ വേറിട്ട് പറഞ്ഞു. പർവ്വതങ്ങളോട്, ഭൂമിയോട് തന്നെയും ആകാശഗോളങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വസ്തയോടെ നടക്കാൻ കഴിയുമോ? അമാനത്ത് ഏറ്റെടുക്കാൻ കഴിയുമോ? അവരൊക്കെ പറഞ്ഞു, തമ്പുരാനെ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. അവ പേടിച്ചു പോയി. വിശ്വസ്തത ഏറ്റെടുക്കേ, അമാനത്തോ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാൽ മനുഷ്യൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. മനുഷ്യൻ പറഞ്ഞു ഞാൻ ചെയ്യാം. ഉണ്ടല്ലോ, ഏത് പണി കൊടുത്താലും ഞാൻ ചെയ്തോളാം, അത് അറിയുന്ന ആളല്ല എന്നാലും പറയും ഞാൻ ചെയ്തോളാം. ചിലർക്കാർ അങ്ങനെ ഉണ്ടാവും.
അള്ളാഹു കൊടുക്കുന്ന ഉത്തരവാദിത്വം വ്യക്തതയോടെ ചെയ്യാൻ കഴിയുമെന്ന് മനുഷ്യൻ ഏറ്റെടുത്തു. ഇന്നഹു കാന ളലൂമൻ ജഹൂല, മനുഷ്യൻ കടുത്ത താർക്കികനും അള്ളാഹുവിനോട് ദുൽമ ചെയ്യുന്നവൻ, സ്വന്തം ശരീരത്തോട്, യുക്തിയോട്, സ്വന്തം ആദർശത്തോട് ദുൽമ ചെയ്യുന്നവനാണ് ജഹൂല, അവൻ വിവരമില്ലാത്തവനുമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ കലാമാണിത്. മനുഷ്യൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാണ്. ജോലി, നമ്മൾ വിയർപ്പ് തുള്ളികൾ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. അദ്ദിൽ അമാനത ഇലാ മൻ ഇതമനക വലാ തഖുൻ മൻ ഖാനക. എത്ര മനോഹരമായ ഹദീസാണിത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെ ഇരിക്കുന്ന സർവ്വ മനുഷ്യർക്കും ജീവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തത്വസിദ്ധാന്തമായ വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണ് പറയുന്നത്? അദ്ദിൽ അമാന ഇലാ മൻ ഇതമനക, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവരോട് നീ വിശ്വാസവഞ്ചന കാണിക്കരുതേ. നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവർക്ക് നീ വിശ്വാസം കാണിച്ചു കൊടുക്കണം. വലാ തഖുൻ മൻ ഖാനക, നിന്നെ വഞ്ചിച്ചവനോട് നീ വഞ്ചിക്കരുത്. അങ്ങനെയുണ്ടോ ഒരു മതം? നമ്മളെന്താ പറയാ, ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ടും കൊടുക്കൂലേ, ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ടും കൊടുക്കും. വലാ തഖുൻ മൻ ഖാനക, നിന്നെ വഞ്ചിച്ചവനെ നീ അങ്ങോട്ട് വഞ്ചിക്കരുത് എന്ന് നമ്മുടെ പ്രവാചകൻ, നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങനെ ചിന്തിക്കുക, ഇങ്ങോട്ട് ബുദ്ധിമുട്ടാക്കി അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല നിലക്ക് അങ്ങോട്ട്. പൂച്ചകളും നായകളൊക്കെ അങ്ങനെ തന്നെ ലോകത്ത്, അവറ്റകളൊക്കെ നല്ല നിലക്ക് ജീവിക്കുകയാണ്. നമ്മൾ അവരൊന്ന് എറിഞ്ഞു നോക്കി ഇങ്ങോട്ട് കടിക്കാൻ വരും. അങ്ങനെയല്ലേ? മനുഷ്യൻ അങ്ങനെ ആവരുത്. ഇങ്ങോട്ട് ദുൽമ ചെയ്യുന്നവരോടും അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറണം എന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. വലാ തഖുൻ മൻ ഖാനക, നിങ്ങളെ വഞ്ചിച്ചവരോട് നിങ്ങൾ അങ്ങോട്ട് വഞ്ചിക്കരുതേ. ഇങ്ങോട്ട് വഞ്ചിച്ചില്ലേ എന്ന പിന്നെ അത് ചെയ്യരുത്. അദ്ദിൽ അമാനത ഇലാ മൻ ഇതമനക, നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവരോട് വിശ്വാസവഞ്ചന ചെയ്യരുതേ. പിന്നെ നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ടേ, നമ്മുടെ ഈ മദ്രസയും പള്ളിയുടെ വിഷയങ്ങളും ഈ പരിപാടിയുടെ ചെലവിലേക്കൊക്കെ ഒന്ന് അറിയാൻ നിങ്ങൾക്ക് പ്രയാസമാണ്. എന്നാൽ ഉള്ളതിൽ നിന്ന് കൊടുത്തതിന് കൂലി ഉണ്ടല്ലോ. 10 രൂപ ഉള്ളൂ. ഒന്നും ഇല്ലാത്തവർക്കും ദ്വാര കിട്ടും. പക്ഷെ ഒന്നും കൊടുക്കാനില്ല, അവർക്ക് വേണ്ടി പ്രത്യേക ദ്വാണ്ടേ. ഇൻഷാ അല്ലാഹ് ഉള്ളവരെന്ത് ചെയ്യാ? 100 ഉള്ളൂ, ഒരു 10 രൂപ കൊടുത്തോളൂ. പറ്റുന്നവര് 500, 1000 കൊടുക്കാൻ പറ്റുന്നവരുണ്ട്, അങ്ങനെ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ ബക്കറ്റ് കൊടുക്കണത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കണതാണ്. ലിസ്റ്റ് പേരൊന്നും ഇവിടെ വായിക്കൂല, അത് നിങ്ങളും പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. അതിന് വല്ലാത്തൊരു ഇഖ്ലാസ് ഉണ്ടാവും. അതുകൊണ്ട് നല്ലതൊക്കെ സഹായിച്ചോളി. ഇനിയിപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റിയൊന്നും വരില്ല, പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, കാര്യമായിട്ട് സഹായിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇതൊക്കെ ഒരു വലിയ കൂലിയായി ജീവിതത്തിൽ ബറക്കത്തായി അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മൾ പറയില്ലേ പൈസ ഇല്ല, ഇനി എത്ര പൈസ കിട്ടിയാലും നമ്മൾ ആശ തീരുക. അങ്ങനെ സംഖ്യ പറഞ്ഞാൽ നമുക്ക് നോക്കായിരുന്നു. അങ്ങനെ സംഭവമില്ല. ഉള്ളതിൽ ബറക്കത്തിന് ചോദിച്ചോളൂ അള്ളാഹുവിനോട്. ഉള്ളതിൽ ബറക്കത്ത് വേണോ? നമ്മൾക്കുള്ളത് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹി ചൊല്ലി കൊടുക്കുക. അള്ളാഹു ഖബൂലാക്കട്ടെ. അദ്ദിൽ അമാനത ഇലാ മൻ ഇതമനക, നിങ്ങളെ വിശ്വസിച്ചവരോട് നിങ്ങൾ വിശ്വാസവഞ്ചന ചെയ്യരുതേ. വലാ തഖുൻ മൻ ഖാനക, നിങ്ങളെ വഞ്ചിച്ചവരെ നിങ്ങൾ വഞ്ചിക്കരുത്. നമ്മൾ പകരം വീട്ടുന്ന കാലാണത് അല്ലേ? പകരം വീട്ടണ്ട. ലാ തഖുൻ മൻ ഖാനക, നിങ്ങളോട് ഇങ്ങോട്ട് ഉപദ്രവം ചെയ്തു, നിങ്ങൾ അങ്ങോട്ട് ഉപദ്രവം ചെയ്യാൻ പോകല്ലേ. നിങ്ങളെ ഇങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, ശരി, നീ സഹിക്ക്. നാളെ പരലോകമല്ലേ, നാളെ ഒരു വിചാരണല്ലേ, നാളെ സ്വർഗവും നരകവും അല്ലേ, പിന്നെ അവിടേക്ക് എന്തേലും ബാക്കി വെക്കണ്ടേ? വലാ തഖുൻ മൻ ഖാനക. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ പറഞ്ഞ എത്രയോ അധ്യാപനങ്ങളുണ്ട്. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി والمستضعفين من الرجال والنساء والولدان. മനുഷ്യർ ധർമ്മസമരത്തിൽ ഇറങ്ങുന്ന പോലെ, യുദ്ധത്തിനിറങ്ങുന്ന പോലെ പ്രാധാന്യമുള്ളതായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും അടങ്ങുന്ന വിഭാഗം ആബാലവൃദ്ധം ജനങ്ങളെ അവര് കഷ്ടത അനുഭവിക്കുന്നവരാണെങ്കിൽ ആ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് പോരാടാത്തത് എന്ന് അല്ലാഹു ചോദിച്ചിട്ടുണ്ട് സൂറത്തുൻ നിസായിൽ. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവർക്കെതിരിൽ, സ്ത്രീ സമൂഹത്തോട് അനീതിയും അക്രമവും ചെയ്യുന്നവർക്കെതിരിൽ, ബാലപീഡനം ചെയ്യുന്നവർക്കെതിരിൽ, വേല ചെയ്യിപ്പിക്കുന്നവർക്കെതിരിൽ നിങ്ങൾ എന്താണ് ശബ്ദിക്കാത്തത് എന്ന് ഖുർആൻ ചോദിച്ചു.
വൽമുസ്തദ്അഫീന മിനർ റിജാലി വന്നിസാഇ വൽവിൽദാൻ. ദുർബലകളായ പെണ്ണുങ്ങളെ സംരക്ഷിക്കാത്ത വിഷയങ്ങൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് മഹല്ല് ഭാരവാഹികൾ ഇടപെടാത്തത്? എന്തുകൊണ്ട് പൊതുജനങ്ങൾ ഇടപെടുന്നില്ല? സംഘടനകൾ എന്തുകൊണ്ടാണ് ഇടപെടാത്തത്? നിങ്ങൾ ഇടപെടണം. പാവപ്പെട്ടവരാണ്. ഇന്നമാ തുൻസറൂന ബിദുഅഫായിക്കും. നിങ്ങളിലെ മിസ്കീന്മാരെ കൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹു സഹായം ചെയ്യുന്നതെന്ന് പരിശുദ്ധ റസൂൽ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് മഴ കിട്ടുന്നത്, കൃഷിയിടങ്ങൾ ഉണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത് പാവപ്പെട്ട ആളുകൾ ഉണ്ടായതിന്റെ പേരിലാണ്. പാവപ്പെട്ട ആളുകള്, അവരോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രവാചകർ തങ്ങൾ പറഞ്ഞ ഹദീത്ത് ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബറാ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കൽപ്പിച്ചു ബിസബ്ഇൻ, 7 കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി. 7 കാര്യം നിർബന്ധമാണ്. ബിഇയാദത്തിൽ മരീദ്, കുടുംബത്തിലോ അയൽപക്കത്തിലോ നാട്ടിലോ രോഗികളായാൽ ആ രോഗികളെ പോയി സന്ദർശിക്കണം. അതൊരു ആശ്വാസമാണ്. അങ്ങനെ ഇന്ന് രോഗിയായി കഴിഞ്ഞ ഒരു മൂലക്കലാണ്. അവര് എത്രയോ ഓടി നടന്ന് സമുദായത്തിന് സേവനം ചെയ്തവരാണ്. ഒരു രോഗമായി കഴിഞ്ഞു, പിന്നെ ആരും കാണാൻ, ആദ്യമൊക്കെ ഒരു ആവേശത്തിൽ വന്നു, പിന്നെ ആരും വരാനുമില്ല, ആശ്വസിപ്പിക്കാനുമില്ല. അങ്ങനെ ആവരുത്. എന്റെ കൂടെ ആളുണ്ട്, അവരൊരു പരീക്ഷണത്തിലാണ്, അതിന് കൂടെ നമ്മൾ നിൽക്കണം. നബി തങ്ങൾ പറയുന്നു, നിങ്ങൾ ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കണം. വത്തിബാഇൽ ജനാസ, മരിച്ചു കഴിഞ്ഞാൽ ആ ജനാസയെ മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്ന യാത്രയിൽ ആ ഒരു ഫ്യൂണറൽ പ്രൊസഷനിൽ നിങ്ങൾ കൂടെ നിൽക്കണം. വതശ്മീതിൽ ആതുസി, ഒരാൾ തുമ്മിയാൽ, നിസ്സാര വിഷയമായിട്ട് തോന്നും നമുക്ക് അല്ലേ? തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇർഹമുകല്ലാ എന്ന് കേൾക്കുന്നവർ മുഴുവൻ പറയൽ നിർബന്ധമാണ്. തുമ്മിയോ അൽഹംദുലില്ലാ എന്ന് പറയാൻ നിർബന്ധമല്ല, സുന്നത്താ. പക്ഷെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ ഇർഹമുകല്ലാ എന്ന് പറയൽ നിർബന്ധമാണ്. സുബ്ഹാനല്ലാഹ്. അതിന് മാത്രം കുറച്ച് സമയം സംസാരിക്കേണ്ട, എന്ത് ഈ തുമ്മലിന് എങ്ങനെ പറയാൻ കാരണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം ഇപ്പൊ അതിനുള്ളതല്ല, വിഷയം മറ്റൊന്നായതുകൊണ്ട് മാറുകയാണ്. തശ്മീതിൽ ആതിസ്, ഇബ്റാറിൽ മുഖ്സമി, ഒരു സത്യം ചെയ്ത് ഒരു ശപഥം ചെയ്താൽ അത് നല്ല കാര്യമാണെങ്കിൽ അത് നടത്താൻ സഹായം ചെയ്തു കൊടുക്കണം. വനുസ്റത്തിൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണം. ഏത് മതമാണോ നോക്കരുത്, മനുഷ്യൻ ആക്രമിക്കപ്പെടരുത്, ജീവജാലങ്ങൾ അക്രമങ്ങൾക്കിടയാവരുത്, ആരും ആരെയും ആക്രമിക്കരുത്. നുസ്റത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഏത് പാർട്ടിയാണെങ്കിലും അക്രമം നടന്നിട്ടുണ്ടോ, ആക്രമിക്കപ്പെട്ടവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇതൊരു മനുഷ്യത്വമാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലേ? വലിയ രസമായിരിക്കും ആക്രമിക്കാൻ, അടി കൊടുക്കാൻ രസമാണ്, കിട്ടുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല അല്ലേ? കൂടിയിരുന്നിട്ട് മൃഗങ്ങളെ തല്ലുന്ന പോലെയൊക്കെ തല്ലുന്ന കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് വീഡിയോകളൊക്കെ ഓരോന്ന് കാണുന്നത്, പിന്നെ 4 ദിവസത്തിന് ഉറങ്ങാനും കഴിയില്ല, ഭക്ഷണം കഴിക്കാനും കഴിയില്ല. വലിയ വടിയൊക്കെ എടുത്തിട്ട് മനുഷ്യന്മാര്, ജീവനുള്ള മനുഷ്യന്മാരെ തല്ലുന്ന എങ്ങനെ ഇതൊക്കെ എവിടെ നിന്നാണ് ട്രെയിൻ കിട്ടുന്നത്? അല്ലാഹു അലം. നിസ്സാര വിഷയം, വണ്ടി പാർക്ക് ചെയ്ത് തെറ്റിപ്പോയി, പിടിച്ചോണ്ട് ഒരാൾ പിടിച്ചു വെക്കുക, പിന്നെ 5-8 വടി കൊണ്ടൊരു മനുഷ്യനെ അടിക്കുക. ഗുജറാത്തിൽ നടന്നൊരു കഥയായിട്ടാ കണ്ടത്. ഇതൊക്കെ നമ്മുടെ പരിസരങ്ങളൊക്കെ നടക്കുന്നില്ലേ? എന്താ നമുക്ക് പറ്റിപ്പോയത്? മനുഷ്യർക്ക് എന്ത് പറ്റിപ്പോയി? കൊടിയുടെ നിറം മാറിയതാണോ വിഷയം? ആരാധിക്കുന്ന ദൈവത്തിന്റെ പേര് മാറിയതാണോ വിഷയം? എന്തിനിതൊക്കെ ചെയ്യുന്നു? ഈ തച്ചു കൊന്നിട്ട് കൊല്ലുന്നവരിവിടെ കാലാകാലം ജീവിക്കാൻ പോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഒഴിവാക്കി കൊടുക്കാം. നമ്മൾ പറയില്ലേ, ഈ രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് പോകണം, ന്യൂനപക്ഷങ്ങൾ പോകണം, ക്രിസ്ത്യാനികൾ പോകണം, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, നമ്മളൊക്കെ പോയി കൊടുത്താൽ ഇവിടെ ഉള്ളവർ 1000 കൊല്ലം ജീവിക്കുമെങ്കിൽ നമ്മൾ പോയി കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ ഒരു മരണമില്ലാതെ അവിടെ ജീവിക്കുക, അവരെങ്കിലും ആസ്വദിക്കട്ടെ. അവരും 60-70 കഴിഞ്ഞാൽ മരിച്ചു പോകാനുള്ളവരാണ്. ഇത്രയല്ലേ ഈ ലോകത്തിനുള്ളൂ. എന്തിനീ ഒച്ചപ്പാടും ബഹളമൊക്കെ? ആരാണ് ഇവിടെ കാലാകാലം കടക്കാൻ പോകുന്നത്? ആരുമില്ലല്ലോ. നിശ്ചിത നേരത്തേക്ക് ദൈവം തമ്പുരാൻ പറഞ്ഞയച്ച ലോകമാണിത്. ആ സമയം കഴിഞ്ഞാൽ ഒഴിവാക്കി കൊടുക്കണം. നമ്മൾ വാടകക്ക് വീടൊഴിഞ്ഞു കൊടുക്കണ പോലെ ഈ ഭൂമി ഒഴിവാക്കി കൊടുത്ത് മണ്ണിലേക്ക് പോരേണ്ടവരാ. അതിനിടക്ക് മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന അതിക്രമങ്ങൾ നോക്കൂ. നുസ്റത്തുൽ മദ്ലൂം, നിങ്ങൾ ആക്രമിക്കപ്പെട്ടവന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ ഒരാൾ ഒരു കാര്യത്തിന് ക്ഷണിച്ചാൽ, ഒരു നല്ല വിഷയത്തിന്, കല്യാണത്തിന്, സദ്യക്ക്, വീട്ടിലേക്ക്, വിരുന്നിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ അതിന് ഉത്തരം കൊടുക്കണം.
വഇഫ്ശാഉസ്സലാം, സമാധാനം നിങ്ങൾ പ്രചരിപ്പിക്കണം. അസ്സലാമു അലൈക്കും എന്ന് പ്രചരിപ്പിക്കണം. ഈ 7 വിഷയങ്ങൾ ഞങ്ങളോട് ചെയ്യാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ബറാ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു അൻഹു. 7 വിഷയം മനുഷ്യത്വ ധർമ്മമാണ്, മനുഷ്യന് ചെയ്യുന്ന ഉപകാരമാണ്. അതിന്റെ ഭാഗമാണ് നുസ്റത്തുൽ മദ്ലൂം, പാവപ്പെട്ടവനെ സഹായിക്കുക എന്നത്. പാവപ്പെട്ടവരാണ് കൂലിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളി വർഗമാണ് ഈ സമുദായത്തിന്റെ നിലനിൽപ്പിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഹിറാക്ലിയസ് രാജാവ് അബൂ സുഫിയാൻ എന്ന് ഫലസ്തീനിൽ വന്നപ്പോൾ, അബൂ സുഫിയാൻ എന്ന് മുസ്ലിമല്ല, മക്കക്കാരനാണ്, പ്രവാചകന്റെ നാട്ടുകാരനാണ്, പക്ഷേ മുസ്ലിം ആയിരുന്നില്ല അന്ന്. അബൂ സുഫിയാനോട് ഹിറാക്ലിയസ് രാജാവ്, ഹിറക്കിൽ രാജാവ് ചോദിച്ച ചോദ്യമുണ്ട്, പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കാൻ. ഫഅശ്റാഫുൻ നാസി യത്തബിഊനഹു അം ദുഅഫാഉൻ നാസി ഹും. അബൂ സുഫിയാനെ, ഈ പുതിയ പ്രവാചകന്റെ കൂടെ പാവപ്പെട്ടവരാണോ കൂടെ കൂടുന്നത്, അതല്ല മുതലാളിമാരാണോ? ഞങ്ങളുടെ നാട്ടിലെ കൂലിപ്പണിക്കാരും അടിമകളും സാധാരണക്കാരുമാണ് ആ പ്രവാചകന്റെ അനുയായികളായി കൂടെയുള്ളത് എന്ന് അബൂ സുഫിയാൻ മറുപടി കൊടുത്തു. എന്താ ഹിറക്കിൽ രാജാവ് പറഞ്ഞത്? ഹിറാക്ലിയസ് രാജാവിന്റെ മറുപടി, അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാർ, അവരുടെ കൂടെ കൂടുന്നത് പാവപ്പെട്ട ജനങ്ങളായിരിക്കും. പിന്നെ മഹല്ല് ഭാരവാഹികളുമായിട്ട് പരിപാടിക്ക് വന്ന് ഉടനെ സംസാരിച്ചപ്പോഴേ അവര് പറയാ, സദേ ഞങ്ങളുടെ നാട്ടിലൊക്കെ പാവപ്പെട്ടവരാണ്, വളരെ കഷ്ടപ്പാടുള്ള ആളുകളാണ്. എന്റെ മനസ്സിൽ ഈ സംഭവം ഇങ്ങനെ ഓർമ്മ വന്നു, റബ്ബേ, ഒരു നാടിന്റെ നന്മയാണ്, നല്ല സ്നേഹം ഉണ്ടാവും. മുതലാളിമാരൊക്കെ വലിയ മതിലും വെച്ചിട്ട് ഇതിനപ്പുറപ്പുറൊന്നും ബന്ധം ഉണ്ടാവില്ല. ഇതൊക്കെ മതിലില്ല അയൽപക്കങ്ങളിലേക്ക് എന്ത് വിഷയത്തിന് ഓടിച്ചെന്ന് സഹായിക്കാനും അല്ലെ സ്നേഹം പങ്കിടാനും കഴിയുന്ന ഒരു നന്മ, അത് ദാരിദ്ര്യത്തിന്റെ കൂടെ നിലനിൽക്കുന്ന ഒരു മഹാസംഭവമാണ് അല്ലെ. അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചാൽ പിന്നെ ഓരോരുത്തരും കോട്ടമതിലാണ്. അതിനകത്ത് എന്താ, ആരാ വരാ പോവുക, ജീവിച്ചോ മരിച്ചോ എന്ന് പോലും അറിയില്ല, ആരും പോയി നോക്കാനും കഴിയില്ല. പിന്നെ ഒരു കാവലിന് ഒരു നായ ഉണ്ടാവും, പിന്നെ സെക്യൂരിറ്റി ഉണ്ടാവും, അടുക്കാൻ പറ്റൂല. ഇതങ്ങനെയല്ലല്ലോ. ഒരു ഗ്രാമത്തിന് വല്ലാത്തൊരു സുഗന്ധമുണ്ട്, ഒരു ഗ്രാമത്തിനൊരു മധുരമുണ്ട്. ആ ഒരു സ്നേഹബന്ധം ഒരു വല്ലാത്തൊരു നന്മയാണ്. അപ്പൊ പ്രയാസങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് മാരകമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട വിധത്തിലുള്ള ദാരിദ്ര്യം അള്ളാഹു തരാതെ അള്ളാഹു നമ്മെ ഐശ്വര്യത്തിലാക്കി തരട്ടെ. നമ്മുടെ വീടുകളിലും മക്കളിലും പെൺമക്കളിലും ആൺമക്കളിലും ചെറുപ്പക്കാരികളിലും ഉമ്മമാർ, ഉപ്പമാർ, വല്യമ്മമാർ, നമ്മുടെ നാട്ടിലെ എല്ലാ നന്മകളും എല്ലാ മനുഷ്യരും അവരിലൊക്കെ അള്ളാഹു മനസ്സമാധാനം നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പാവപ്പെട്ട ജനങ്ങൾ, അവരെ സഹായിക്കണം. അവരാണ് പ്രവാചകന്മാരുടെ കൂടെ നിന്നവര്. ശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ പറയുന്നത്, ജോലിക്ക് നിൽക്കുന്ന, ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരോട് എങ്ങനെ പെരുമാറണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, മൻ ലതമ മംലൂകൻ ഔ ളറബഹു ഫകഫാറതുഹു അൻ യുഅ്തിഖഹു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. റുബ്ബ അശ്അഥ ഗുബറ മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളിൽ ചില ആളുകൾ പാവപ്പെട്ട ജനങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റുബ്ബ അശ്അഥ ഗുബറ, എത്ര മുടി ജട പിടിച്ച ആളുകള്, കുറേ കാലായി കുളിച്ചിട്ടില്ല എന്ന് തോന്നും. അഗ്ബറ, പൊടി പുരണ്ടിട്ടുണ്ട്, വസ്ത്രം വാഷ് ചെയ്തിട്ടേ ഇല്ല, പിന്നല്ലേ ഇസ്തിരി ഇടല്ലേ, വാഷ് ചെയ്തിട്ടെന്നില്ല. മദ്ഫൂഇൻ ബിൽ അബ്വാബ്, വല്ല കല്യാണ സദസ്സിലേക്കും വന്നാൽ ഇവിടുന്ന് പോകണം എന്ന് തിരിച്ചയക്കപ്പെടുന്ന ആളുകള്, ഒരാളും വീട്ടിൽ കയറ്റിയിരുത്താൻ ഇഷ്ടപ്പെടാതിരിക്കുന്ന എത്രയോ പൊടിപിടിച്ച ജട പിടിച്ച വിശ്വാസികൾ ഉണ്ടാകും, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവർ. അവരിൽ ചില ആളുകളെ സൂക്ഷിക്കണേ. ലൗ അഖ്സമ അലല്ലാഹ്, അവരെങ്ങാനും അള്ളാഹുവിനെ സാക്ഷി നിർത്തി ചില കാര്യം പറഞ്ഞാൽ അബറഹു, അള്ളാഹു അതവർക്ക് സാധിപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ ആളുകളിൽ, നിങ്ങൾ മൈൻഡ് ചെയ്യാത്ത ആളുകളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടാകുമെന്ന് വിശുദ്ധ റസൂൽ പറഞ്ഞ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. വളരെ പ്രബലമായ ഹദീസാണിത്. ഇപ്പൊ പാവപ്പെട്ടവരെ നിസ്സാരായി കാണരുത് എന്നുവെച്ചാൽ മുതലാളിമാരോട് ദുൽമ കാട്ടണം, അങ്ങനെ വേണ്ട. മുതലാളിമാരോട് അസൂയ, അതും വേണ്ട. ഇതൊക്കെ അള്ളാഹു കൊടുക്കണതാ. മനുഷ്യനൊന്നും ഇതിൽ ചെയ്യാൻ പറ്റൂല. അള്ളാഹു നൽകുന്നതിൽ അസൂയപ്പെടണ്ട. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു,
അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വിയർപ്പിന് നിങ്ങൾ വില കൊടുക്കണം. അധ്വാനിക്കുന്ന ആളുകളുടെ അധ്വാനത്തിന്റെ വില, അവരുടെ വേതനം വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് നൽകിയിരിക്കണം. പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, അഅത്തിൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അറഖു. ജോലി ചെയ്തവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്. വിയർപ്പന്നല്ലാതെ AC റൂമെന്നാ വർക്ക് ചെയ്തത്. അതൊരു പ്രയോഗമാണ്. അധ്വാനിച്ചു കഴിഞ്ഞാൽ ആ ജോലി കഴിഞ്ഞാൽ പിന്നെ ശമ്പളം എപ്പോഴാ? അത് 2 മാസം കഴിഞ്ഞിട്ട്. അങ്ങനെയല്ല, പണിപ്പോഴല്ലേ ചെയ്തത്, ശമ്പളം വേഗം. ചിലരെന്ത് ചെയ്യും, വെറുതെ പറയും അത് 1 മാസം, അടുത്ത ആഴ്ച വാ. അങ്ങനെ പറയരുത്, അത് കേൾക്കാൻ തീരെ രസമില്ല. അതേ പിന്നെ തരാം, അങ്ങനെ പറയരുത്. ജോലി ചെയ്ത് കഴിഞ്ഞില്ലേ, ജോലിക്ക് വിളിക്കുമ്പോൾ അറിയണ്ട ഇയാൾക്ക് കൂലി കൊടുക്കണമെന്ന്. അത് അപ്പൊ കൊടുക്ക്, പിന്നെ മാറ്റി, പിന്നെ ഇബിലീസ് തരും, തലയിൽ ഇബിലീസ് കയറും. അതിപ്പോ ഞാൻ അത്ര കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അത് പിന്നെ മറ്റേ കണക്കൊക്കെ വെച്ചാ പോരെ. അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. ജോലി കഴിഞ്ഞോ അപ്പൊ കൊടുക്ക്. അതാണ് ഇസ്ലാം, അവനാണ് മുസ്ലിം. 3 ആളുകൾ പാറക്കല്ല് അടഞ്ഞു വീണ് ഒരു ഗുഹക്കുള്ളിൽ അകപ്പെട്ട കഥ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പാറക്കല്ല് നീങ്ങിപ്പോവാൻ കാരണമായ പ്രാർത്ഥനകൾ നടത്തി 3 പേരും അവനവർ ചെയ്ത സൽക്കർമ്മങ്ങളെ തവസ്സുൽ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞ കഥ എന്താന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? ഒരു ജോലിക്കാരനാണ്, അല്ല ഒരു മുതലാളിയാണ്. പടച്ചവനെ, എന്റെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരാൾ, ഒരു ദിവസത്തെ വേതനം, ഒരു ദിവസത്തെ കൂലി 20 പൈസക്കും 5 പൈസക്കും 2 അണക്കൊക്കെ ജോലി ചെയ്ത കാലമില്ലായിരുന്നു നമ്മുടെ പഴയകാല കാരണവന്മാരൊക്കെ പറയില്ലേ, 50 പൈസക്കൊക്കെ ജോലി ചെയ്തത്. ചെറിയ കൂലി, ഒരു ദിവസത്തെ കൂലി വാങ്ങാതെ ഒരു തൊഴിലാളി വീട്ടിലേക്ക് പോയി. ആള് പിന്നെ തിരിച്ചു വന്നതുമില്ല. അല്ലാഹുവേ, ആ മനുഷ്യന്റെ വേതനത്തിന്റെ സംഖ്യ, അയാളുടെ അന്നത്തെ കൂലി ഞാൻ സൂക്ഷിച്ചു വെച്ചു. അതുകൊണ്ട് ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങി. ആട് വലുതായി, ആ ആടിന് ഗർഭമുണ്ടായി. ആട് 2 എണ്ണമായി, 3 എണ്ണമായി, 4 എണ്ണമായി. കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇത് ആ തൊഴിലാളിയുടെ ഒരു ദിവസത്തെ ഒരു മാസത്തെ അല്ല, ഒരു ദിവസത്തെ വേതനം കൊണ്ട്. അങ്ങനെ ഒരു മലയുടെ ഇടയിലുള്ള താഴ്വാരം മുഴുവനും ആടുകളാൽ നിറഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ തൊഴിലാളി വരുന്നു. ഈ മനുഷ്യനോട് ചോദിച്ചു, എന്റെ അന്നത്തെ ദിവസത്തെ വേതനം എവിടെ? ഇയാൾ പറഞ്ഞു, ദാ കാണുന്ന മലയുടെ താഴ്വാരത്തുള്ള ആട്ടിൻപറ്റങ്ങൾ 1000കണക്കിന്, അതാണ് നിങ്ങളുടെ കൂലി. ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? ആൾക്ക് അന്നത്തെ കൂലി കൊടുത്താൽ മതി. പക്ഷെ അത് ഇൻവെസ്റ്റ് ചെയ്തു, പരിപോഷിപ്പിച്ചു, വലുതായി. എന്നെ പരിഹസിക്കുകയാണോ? അല്ല, ഞാൻ പരിഹസിക്കുകയല്ല. നിങ്ങളുടെ വേതനമാണ് ഞാൻ ഇങ്ങനെ വളർത്തി വലുതാക്കിയത്. ഞാൻ അതിനെ വലുതാക്കി കൊണ്ടുവന്നു. ഇതൊക്കെ നിങ്ങളുടേതാണ്. അല്ലാഹുവേ, ഇയാളിപ്പോ ഈ മുതലാളി ഇപ്പൊ ഗുഹന്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ്. മഴ വന്നപ്പോൾ ഉള്ളിൽ കയറിയതാ, ഒരു പാറക്കല്ല് വീണിട്ട ഗുഹ അടഞ്ഞു പോയതാണ്. അത് നീങ്ങിയ കഥ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ തൊഴിലാളി വന്നിട്ട് 1000കണക്കിന് ആടുകളെ തെളിച്ചു കൊണ്ടുപോയി. വലം യുബ്ഖി മിൻഹാ അഹദൻ, ഒരാടിനെ പോലും മുതലാളി, എനിക്ക് വേണ്ടി നിങ്ങൾ എത്ര അധ്വാനിച്ചു കാണും, ഒരാട് നിങ്ങൾ എടുത്തോളൂ, ഒന്ന് അതുപോലും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഒരു നന്ദി വാചകം പോലും എന്നോട് പറയാതെ, ഉപകാരത്തിന് നന്ദി എന്ന് പോലും പറയാതെ 1000കണക്കിന് ആടുകളെ തെളിച്ചു കൊണ്ടുപോയി. റബ്ബേ, ഞാനത് ചെയ്തത് നിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അയാൾക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ആ തൊഴിലാളിന്റെ കഥ നോക്കി, ഒരു നന്ദി പറയണ്ടേ? ഒരാടെങ്കിലും ഞങ്ങൾ ഉപയോഗിച്ചോളൂ, ഒന്ന് അതുപോലും കൊടുക്കാതെ. പടച്ചവനെ, ഞാൻ ആ നന്മ ചെയ്തത് നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തു, രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഇതൊരു തൊഴിലാളിയോട് ചെയ്ത നന്മയാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്. എത്ര മനോഹരമാണ് ഈ ആശയം. ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാണ്ടിരിക്കരുത്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാണ്ടിരിക്കരുത്. റമദാൻ മാസം എന്ന് വിചാരിച്ചിട്ട് പണി കുറവല്ലേ ഉള്ളൂ, അങ്ങനെയൊന്നും പറയരുത്. കൃത്യമായൊരു ശമ്പളം ഒരു മനുഷ്യന് ഒരു മാസത്തിൽ ജീവിച്ചു പോകാൻ ആവശ്യമായ ഒരു മിനിമം മാന്യമായ ശമ്പളം ആർക്കും കൊടുക്കണം.
ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ശമ്പള പരിഷ്കരണം നടത്തിയത്, ശമ്പളം നടപ്പാക്കിയത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ആ ചരിത്രം ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അത് കൃത്യമായിട്ട് ചെയ്യുക. അത് ഇസ്ലാം നടപ്പാക്കിയ ഒരു വിഷയമാണ്. അധ്വാനത്തിന് എന്ത് ചെയ്യണം? കൂലി കൊടുക്കണം. അധ്വാനത്തിന് കൂലി കൊടുക്കണം. ജോലിക്കാരോട് അനീതി ചെയ്യരുത്, അവരെ അടിക്കരുത്, അവരെ പ്രഹരിക്കരുത്. ഇപ്പൊ യൂണിയനിലോണ്ട് പോകുന്നത് നടക്കൂല ഇപ്പോഴത്തെ കാലത്ത് അല്ലെ, പിന്നെ വാട്സപ്പും വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട്. എന്നാലും അതൊന്നും ഇല്ലാത്തിടത്താന്ന് വിചാരിക്കുക. അടിക്കരുത്, പ്രഹരിക്കരുത്, ദേഹോപദ്രവം ചെയ്യരുത്. മുത്തുനബി തങ്ങൾ പറഞ്ഞു നോക്കൂ, അടിമ സമ്പ്രദായമുള്ള കാലമാണത്. ആരെങ്കിലും അവന്റെ അടിമയെ അടിക്കുകയോ അല്ലെങ്കിൽ മുഖത്തടിക്കുകയോ ചെയ്താൽ അതിന്റെ പ്രായശ്ചിത്തം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കലാണ് അതിന്റെ പ്രായശ്ചിത്തമെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അടിമക്ക് ലക്ഷക്കണക്കിന് ദിർഹം വില ഉണ്ടാവും. നിങ്ങൾ അടിച്ചോ എന്നാ പിന്നെ ഇനി സോറി എന്ന് പറഞ്ഞ പോരാ, അവന് സ്വാതന്ത്ര്യം കൊടുക്കണം. ഇന്ന് അടിമ സമ്പ്രദായമില്ല. ഒരു മിനിമം 150 കൊല്ലം മുമ്പ് ലോകത്ത് നിന്ന് അടിമ സമ്പ്രദായം ഇല്ലായ്മ ചെയ്യപ്പെട്ട വിഷയമാണെന്ന് മഹാന്മാർ പറഞ്ഞു. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവത്തിൽ ഇടപെടുകയാണ്. അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് എന്നവരല്ല, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ കൂലി ജോലി ചെയ്യുന്ന ആളെ മുഖത്തടിച്ചു, ചാട്ടവാറ് കൊണ്ടടിച്ചു. എന്റെ പിറകിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കണം, അബൂ മസ്ഊദേ നീ മനസ്സിലാക്കണം. ഞാനാണെങ്കിലോ ദേഷ്യത്തിൽ ആ പറയുന്നത് ആരാണെന്ന് ശ്രദ്ധിച്ചില്ല. നോക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ റസൂലായിരുന്നു. ഞാൻ എന്റെ ജോലിക്കാരനെ അടിക്കുന്നതാ നബി തങ്ങൾ കണ്ടുവന്നത്. എന്നോട് പറഞ്ഞു, യഅലം യാ അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ അറിയണം, നീ അറിയണം. അപ്പോഴേക്കും ഹബീബിനെ കണ്ട ഭീതിയിൽ എന്റെ കയ്യിൽ നിന്ന് ചാട്ടവാറ് താഴെ വീണുപോയി. എന്നോട് പറഞ്ഞു അബൂ മസ്ഊദേ അറിയണം, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം. ഈ ജോലിക്കാരനോട്, ഈ പണിക്കാരനോട്, നിന്റെ അടിമയോട് നിനക്ക് അധികാരമുള്ളതിനേക്കാളും അല്ലാഹുവിന് നിന്റെ മേൽ അധികാരമുണ്ട്. ഇവനെ നീ അടിച്ചാൽ അതിനു പകരം അല്ലാഹു നിന്നെ ശിക്ഷിക്കും. അബൂ മസ്ഊദേ അത് ഓർമ്മ വേണം. തിരിച്ചൊരു മറുത്തു വാക്ക് പറയാൻ കഴിയാതെ, ഒന്ന് നിലവിളിക്കാൻ കഴിയാതെ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ എന്ന് പോലും പറയാൻ കഴിയാതെ നിലവിളിച്ച് ആക്രമിക്കപ്പെടുന്ന പാവപ്പെട്ട ആളുകളുടെ നിലവിളി ആകാശലോകങ്ങളുടെ ഉടമസ്ഥനായ ദൈവം തമ്പുരാൻ കേൾക്കുന്നുണ്ടെന്ന് അബൂ മസ്ഊദേ നിങ്ങൾ അറിയണം. നിങ്ങൾ ആരുപദ്രവിച്ചാലും ഉപദ്രവിക്കപ്പെടുന്ന മനുഷ്യൻ, നിങ്ങളൊരു ആൾക്കൂട്ടമായി വന്ന് ഒരാളെ പിടിച്ചു വെച്ചാൽ എന്തു ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പച്ചയിൽ ജീവനോടെ വെട്ടി നുറുക്കുന്ന എത്രയോ കഥകള് നമ്മുടെ കേരളീയ മണ്ണിൽ നടന്ന അനുഭവങ്ങളും സംഭവങ്ങളും ഇന്നും അതിന്റെ മുറിവ് മാറാതെ നമ്മുടെ ചിന്തകളിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയണം, ഏത് മതക്കാരനാവട്ടെ, ഏത് പാർട്ടിക്കാരനാവട്ടെ, ഏത് ജാതിയാവട്ടെ, ജീവനുള്ള ഏതിനോടും, പക്ഷികളോട് പോലും ജീവൻ അവരോട് കരുണ കാണിക്കണം എന്ന് പഠിപ്പിച്ച മതമല്ലേ നമ്മുടേത്. വെറുതെ ഒരു ചെടി നിങ്ങൾ മുറിച്ചു കളയരുത്, അതിന് ജീവനുണ്ട് എന്ന് പറഞ്ഞ നബിയല്ലേ നമ്മുടേത്. ഒരു മരം വെറുതെ മുറിച്ചു മാറ്റരുത്, ആവശ്യത്തിന് മുറിച്ചു മാറ്റാം. ഒരു ജീവിയെ നിങ്ങൾ അനാവശ്യമായി കൊല്ലരുത്, മനുഷ്യരെ നിങ്ങൾ ആക്രമിക്കരുത്. കാരണം ആക്രമിക്കപ്പെടുന്നവന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറയില്ല. അല്ലാഹുവിന്റെ മറുപടി എങ്ങനെയാണ്? ആക്രമിക്കപ്പെടുന്ന ആളുകൾ പ്രാർത്ഥിച്ചു പോയാൽ, അവരുടെ കൈ ഉയർന്നാൽ ആ ഉയർച്ച അല്ലാഹുവിന്റെ അർശിലേക്കാണ്. അല്ലാഹു അറിയുന്നുണ്ട്. തന്നെയുമല്ല, നിന്നെ ഞാൻ സഹായിക്കും. വലൗ ബഅദഹി, ഒരിച്ചിരി നേരം കഴിഞ്ഞിട്ടാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനെ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് അല്ലാഹു മറുപടി പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അക്രമികൾ രക്ഷപ്പെട്ടു പോകുമെന്ന് വിചാരിക്കരുത്. അവർക്ക് ഇവിടെ രക്ഷപ്പെടാൻ, പക്ഷേ പരലോകമുണ്ട്. മനുഷ്യനെ കാത്തിരിക്കുന്ന പരലോകമുണ്ട്, അല്ലാഹുവിന്റെ കോടതിയുണ്ട്. ആക്രമിക്കപ്പെടുന്നവന് എന്നും സഹായത്തിന് ദൈവം തമ്പുരാൻ കൂടെയുണ്ട്.
അവൻ അല്ലാഹു സഹായിക്കും. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, യാ അബാ മസ്ഊദ്, അബൂ മസ്ഊദേ, നിങ്ങൾ ഈ ചാട്ടവാറ് കൊണ്ട് ഇയാൾ അടിക്കുമ്പോൾ നിങ്ങൾ അറിയണം, അല്ലാഹു നിങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ്, നിങ്ങൾക്ക് ഇയാളുടെ മേൽ അധികാരമുള്ളതിനേക്കാൾ. അത് പറഞ്ഞപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ പറ്റിപ്പോയി. അല്ലാഹുവിന്റെ മാർഗത്തിലായി ഞാൻ അയാളെ സ്വാതന്ത്ര്യത്തിൽ വിടുന്നു നബിയേ, ഞാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, അമാ ഇന്നക ലൗലം തഫഅൽ ലലഫഹത്കന്നാർ. അബൂ മസ്ഊദേ, നിങ്ങൾ അയാളെ സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടയച്ചില്ല എങ്കിൽ നിങ്ങളെ അല്ലാഹുവിന്റെ നരകത്തിന്റെ തീനാളങ്ങൾ പിടികൂടുമായിരുന്നു എന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളിരിക്കട്ടെ, മൃഗങ്ങളെ. ഒരു ഒട്ടകത്തിന്റെ കഥയുണ്ട്. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ സ്വഹീഹായ റിവായത്തിൽ രേഖപ്പെടുത്തിയത്, അൻസ്വാരികൾപ്പെട്ട ഒരു അൻസ്വാരിയുടെ ഒട്ടകത്തെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ ആ ഒട്ടകത്തെ നബി തങ്ങൾ ചെന്ന് സന്ദർശിക്കുന്നു. ഒട്ടകം വിരൽ പിടിച്ചു, നബിയെ പറഞ്ഞത് കേൾക്കുന്നില്ല, നബിയെ ഒട്ടകം അടങ്ങുന്നില്ല, കലി അടങ്ങുന്നില്ല. ആനയൊക്കെ മതമിളകി എന്ന് പറയില്ലേ, ഒട്ടകത്തിന് അങ്ങനെ ഭ്രാന്ത് വരാനുണ്ട്. എന്ത് ചെയ്തിട്ടും ഒട്ടകം വഴങ്ങുന്നില്ല, അതിനെ കൃഷിക്ക് ഉപയോഗിക്കണം. അൻസ്വാരികളായ ആളുകൾ നബി തങ്ങളോട് വന്ന് പരാതി പറഞ്ഞു. പരാതി പറയാൻ ഹബീബിന്റെ പരിശുദ്ധമായ സാന്നിധ്യമല്ലാതെ അവർക്ക് മറ്റെന്തുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ പോവല്ലിൻ, ആ ഒട്ടകം എന്തെങ്കിലും അങ്ങേ ചെയ്തേക്കും. തങ്ങൾ പറഞ്ഞു, ഇല്ല സിദ്ദീഖേ, നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഞാൻ പോയി നോക്കാം. ഈത്തപ്പന തോട്ടങ്ങളുള്ള ഒരു തെങ്ങിൻ തോട്ടം എന്ന് സങ്കല്പിച്ചോളൂ, ഈത്തപ്പനത്തോട്ടം. അതിനുള്ളിലേക്ക് നബി തങ്ങൾ നടന്നു ചെന്നു. ആ ഒട്ടകം ഒരു കൊച്ചുകുട്ടിയെ പോലെ വന്നു തല താഴ്ത്തിയിട്ട് അതിന്റെ കഴുത്ത് നീട്ടി അതിന്റെ തല ഹബീബിന്റെ തോളിൽ വെച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് എന്തോ സംസാരിക്കുന്ന പോലെ. ഇത് അത്ഭുതമല്ലേ ഇത്? അതുവരെ വിറളി പൂണ്ട ഒട്ടകം അത് താഴ്ന്നു വന്ന് കഴുത്ത് നീട്ടിവെച്ച് ഹബീബിന്റെ തോളിൽ തല വെച്ചുകൊണ്ടെന്തോ പറയുന്നു. നിബിതങ്ങളും എന്തോ മറുപടി പറയുന്നു. അത് കഴിഞ്ഞ് നിബിതങ്ങൾ വിളിച്ചു, ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമ? പറഞ്ഞു, ഇന്നാലിന്ന ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. പിന്നെ നിന്റെ ഒട്ടകം എന്നോട് പരാതി പറയുകയാണ്, ആ ഒട്ടകത്തിന് ചെയ്യാൻ പറ്റാത്തത് അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതിന് നീ കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് ഈ ഒട്ടകം എന്നോട് പരാതി പറയുന്നുണ്ട്. ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ജീവിയാണ്. ഒരു വീട്ടിൽ ജോലി ചെയ്തു കൊടുക്കുന്ന ഒരു വീട്ടിൽ ഒരു കൂലിക്ക് ആള് വിളിക്കുന്ന പോലെ അതൊരു മൃഗമാണ്. ആ മൃഗത്തിന് പോലും കൃത്യമായ ഭക്ഷണം കൊടുക്കണം, കൃത്യമായ അന്നം കൊടുക്കണം. അതിന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യിപ്പിക്കരുത്. നബി തങ്ങൾ പറയാ, അങ്ങനെ ആ ഒട്ടകത്തിന് വഹിക്കാൻ പറ്റാത്തത് ചുമക്കുകയാണെങ്കിൽ നീയും അതിനെ സഹായിച്ചു കൊടുക്കണം എന്നല്ലാതെ ആ മൃഗത്തെ നീ ബുദ്ധിമുട്ടാക്കരുത്. അതെന്നോട് പരാതി പറഞ്ഞു എന്ന് ലോകത്തിന്റെ കരുണയായി വന്ന വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് മുഴുവനും നബിയെ നിങ്ങൾ കരുണയാണ്. മനുഷ്യർക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹബീബിന്റെ കാരുണ്യം. ജീവജാലങ്ങൾക്ക്, സർവ്വ മനുഷ്യർക്ക്, ജന്തുജാലങ്ങൾക്ക്. ഒരു പക്ഷിപ്പറവ, ഒരു പ്രാവ്, ഹബീബായ നിബിതങ്ങളും സ്വഹാബികളും നടന്നു പോകുമ്പോ ഒരു പ്രാവ് ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു ഹബീബിന്റെ തലക്കുമീതെ. പ്രവാചകർ തങ്ങൾ ചോദിച്ചു സ്വഹാബികളോട്, അയ്യുക്കും ആദതുഹു ഹാദിഹി ഫീ ഫിറാഖിഹാ, ഈ പ്രാവിനെ അതിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് ആരെങ്കിലും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾക്കതിന്റെ കൂട് കണ്ടപ്പോ അതിൽ മുട്ടയുണ്ടായിരുന്നു. ആ മുട്ട ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അതിന്റെ ചെറിയ മക്കളെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രവാചകർ പറഞ്ഞു, റുദ്ദൂഹാ, ആ പ്രാവിന്റെ മക്കളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി ആക്കി കൊടുക്കണം. ആ കൂട്ടിൽ തിരിച്ചു പറഞ്ഞയച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയൊരു എക്സ്പെഡിഷന് പോവുകയാണ് പ്രവാചകർ ഒരു സൈന്യം നയിക്കുകയാണ്, ഒരു സമുദായത്തിന്റെ മുന്നിൽ നേതൃത്വം കൊടുക്കുകയാണ്. പക്ഷേ ഒരു പക്ഷിക്ക് വേദനിച്ചു എന്ന് പറഞ്ഞപ്പോൾ
ആ പക്ഷിയെ പോലും നിങ്ങൾ വേദനിപ്പിക്കരുത്. ആ പക്ഷി കുഞ്ഞുങ്ങളെ തിരിച്ചു പറഞ്ഞയക്കണം, നിങ്ങൾ അതിനെ വേദനിപ്പിക്കരുത് എന്ന് അനുയായികളെ പഠിപ്പിച്ച പ്രവാചകനാണ് നമ്മുടെ റസൂൽ. നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന, നമ്മൾ ഹബീബിനെ ജീവനോളം സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവരാണ്. പ്രവാചകരോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും പ്രകടമായ അടയാളം ഈ ആശയം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുത്തലാണ്, ഈ ആശയം നമ്മൾ നടപ്പാക്കലാണ്. സർവമാന കാരുണ്യവും സർവമാന വിനയവും താഴ്മയും ജീവജാലങ്ങളോട് ആർദ്രതയും ദയാവായ്പും ഇത് മനുഷ്യ മനസ്സുകളിൽ രൂഢമൂലമാകണം. വിശ്വാസികളാകുന്ന ആളുകൾക്ക് തീർച്ചയായും അത് ചെയ്തേ പറ്റൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ സ്വനഅ ലി അഹദികും ഖാദിമുഹു തുആമഹു സുമ്മ ജാഅഹു ബി, നിങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ ഒരാളുണ്ടെങ്കിൽ, കുക്കർ എന്ന് പറയരുതേ, കുക്കർ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രത്തിന്റെ പേരാണ് കുക്ക് എന്ന് പറയുന്നത്. ചിലരൊക്കെ ഇങ്ങനെ കുക്കർ എന്ന് പറയും, ഭക്ഷണം എല്ലാത്തിനും എറിഞ്ഞു കൂട്ടുമല്ലോ, വർക്കർ അല്ലേ എന്ന് പറയാൻ കുക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന ആള്. ഒരു കുക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിൽ പാകം ചെയ്യാൻ ഭക്ഷണം ഉണ്ടാക്കാൻ ആളുണ്ടെങ്കിൽ, നബി തങ്ങൾ പറയുന്ന ഹദീസ് നോക്കൂ, ഇദാ സ്വനഅ ലി അഹദികും ഖാദിമുഹു തുആമഹു, നിങ്ങളുടെ ഒരു വേലക്കാരൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ, തുമ്മ ജാഅഹു ബിഹി, ആ ഭക്ഷണം നിങ്ങൾക്ക് കൊണ്ടുതന്നാൽ, വഖദ് വല്ലാ ഹർറഹു വദുഖാനഹു, ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴുള്ള ചൂടും അതിന്റെ പുകയും സഹിച്ചവനാണവൻ, ഫൽയുഖ്ഇദുഹു മഅഹു ഫൽയഅകുൽ, അവനെ കൂടെ ഇരുത്തി അവനെ ഭക്ഷിപ്പിക്കണം. ആ ഭക്ഷണം നിങ്ങൾ മാത്രം ഇരുന്ന് കഴിക്കല്ല, അത് ഉണ്ടാക്കിയ കുക്കിനെ കൂടെ നിങ്ങൾ കൂടെ ഇരുത്തണം. ഭക്ഷണം കുറച്ചുള്ളൂ, കൂടെ ഇരുത്തി കഴിപ്പിക്കാൻ മാത്രമില്ലെങ്കിൽ, ഒരു കഷ്ണമോ രണ്ട് കഷ്ണമോ അവന്റെ കയ്യിലെങ്കിലും നിങ്ങൾ വെച്ചു കൊടുക്കണം. അങ്ങനെ ആ ഭക്ഷണത്തിന്റെ ചൂട് സഹിച്ചവനോട് നിങ്ങൾ നീതി പാലിക്കണം. നമുക്കങ്ങനെ ചെയ്യാറുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരാളോട് നീതി പാലിക്കണം. എങ്ങനെ? കൂടെ ഇരുത്തി ആ ഭക്ഷണം കഴിപ്പിക്കണം. നമ്മളെന്താ പറയാ, VIP-കൾക്ക് വേറെ ഭക്ഷണം, സാധാരണക്കാർ ഇവിടെ 2 തട്ട് കല്യാണത്തിന്, അങ്ങനത്തെ കല്യാണത്തിന് പോവരുത് എന്നാ ഞാൻ പറയാം. കാരണം മനുഷ്യനെ രണ്ടായി കാണുന്നതാണ്. ഡയബറ്റിക്കുള്ള രോഗികളാണ്, അവർക്കൊരു നല്ല ഭക്ഷണം, ഓക്കെ, അതിനൊക്കെ ഒരു കാര്യമുണ്ട്. അതല്ല അവിടെ മജ്ബൂസും ചുട്ടതും കരിച്ചതൊക്കെ, ഇവിടെ സാമ്പാറും ഇതൊക്കെ, അങ്ങനെ വേണ്ട. രണ്ട് തരം ഭക്ഷണം. മനുഷ്യരെ തട്ടുകളാക്കി തിരിക്കല്ലേ, അത് ചെയ്യരുത്. അത് അനാദരവ് കാണിക്കലാണ് മനുഷ്യരോട് അനാദരവ് കാണിക്കലാണ്. മനുഷ്യരെ ഒന്നായി കാണണം. ഭക്ഷണം പാകം ചെയ്ത കുക്കിനോട് പോലും നിങ്ങൾ അനാദരവ് ചെയ്യരുത് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ ഇരുത്തണം, അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കണം, ആ ഭക്ഷണം അവർക്കും കൊടുക്കണം. എത്രയോ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കും. നമ്മളൊക്കെ പറയുമ്പോ ഗൾഫ് നാടുകളിലും നമ്മുടെ നാട്ടിലൊക്കെ ആയിപ്പോ വലിയ ഹൈറൈസ് ബിൽഡിങ്ങുകൾ, ആ കെട്ടിടത്തിന് വിയർപ്പും ചൂടും എല്ലാം സഹിച്ച് ജോലി ചെയ്ത ആ ജോലിക്കാരത് പെയിന്റ് അടിച്ച് ഫിനിഷിംഗ് വർക്കും ചെയ്ത് പോയാൽ അവരൊരിക്കലും അതിൽ ഒരു നാള് പോലും, ഒരു ദിവസം പോലും കിടന്നുറങ്ങുന്നില്ല, അല്ലേ? അവരത് ഉണ്ടാക്കി കൊടുത്തു ആർക്കോ വേണ്ടി. അവർ വീണ്ടും അടുത്ത ചൂടിലേക്കാ പോകുന്നത്. ഒരിക്കൽ പോലും ആ ജോലി ചെയ്ത ആളുകൾ അതിന്റെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ ദാ ഇവരൊക്കെ എന്ന് ജോലിക്കാർ അവർക്കൊരു സന്തോഷപ്പെടുത്തി കുറച്ച് സംഖ്യയോ കുറച്ച് പൈസയോ എന്തെങ്കിലും ഗിഫ്റ്റോ, ഇതാ ഇവരൊക്കെയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ മുതൽ പില്ലർ മുതൽ പണിയെടുത്തവർ, ഇവര് തേപ്പുകാര്, ഇവരാണ് പടവ് ചെയ്തത്, ഇവരാണ് ഇതിന്റെ സീലിംഗ് വർക്ക്, ഇവരാണ് ഫ്ലോറിംഗ്, ഇവരാണ് പ്ലംബിംഗ് ചെയ്തത്. അതൊരു ആദരവാണ്. ഒരു വലിയ പ്രൊജക്റ്റ് ഒക്കെ പൂർത്തിയാകുമ്പോഴേ അവരോട് സ്വന്തം തൊഴിലാളികളെ അവരെ വിളിച്ചൊരു നന്ദി പറയാൻ. ഇതുകൊണ്ടൊന്നും നിങ്ങളാരും പത്രത്തിൽ പേര് വരണമെന്ന് ചിന്തിക്കണ്ടേ. ആരെങ്കിലും പൗരാവലി സ്വീകരണം അതൊന്നും പ്രതീക്ഷിക്കേണ്ട. അള്ളാഹു കൂലി തരും. എന്തേ? തനിക്ക് വേണ്ടി അധ്വാനിച്ചവരോട് നന്ദി കാണിക്കണം. നന്ദി കാണിക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു, ജോലി ചെയ്യുന്നവർ മര്യാദക്ക് ജോലി ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ചു. പിന്നെ നമുക്ക് ജോലി തരുന്നവർ നമ്മളോടും ചില ബാധ്യതകളുണ്ട്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നമ്മൾ ആരുടെയും അവകാശങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെക്കരുത്. കൊടുക്കാനുള്ളത് കൊടുക്കണം. അത് മഹല്ലിന് കൊടുക്കേണ്ട ഫീസാണെങ്കിലും മദ്രസ കൊടുക്കേണ്ട ഫീസാണെങ്കിലും അത് കൊടുത്തേ വരും. മരിക്കാൻ കാത്തിരിക്കേണ്ട. മയ്യത്തെടുക്കാൻ നേരത്തെ പിന്നെ വരിസംഖ്യയൊക്കെ കൊടുക്കല്ലേ. എന്തിനാ അങ്ങനെ ആക്കുന്നത്? നേരത്തെ കൊടുത്തൂടെ? നേരത്തെ ചെയ്തൂടെ? എന്തെല്ലാം കാര്യങ്ങൾ പള്ളിക്കും മദ്രസക്കും ചെയ്യാണ്ടാവും. നേരത്തെ കൊടുത്തൂടെ?
من اقتطع حق امرئ مسلم بيمينه فقد أوجب الله له النار وحرم الله عليه الجنة. ഏതെങ്കിലും ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഒരു ഹക്ക്, നബി തങ്ങൾ ഇത് പറയുമ്പോഴേ ഒരു അമുസ്ലിമായ മനുഷ്യന്റേത് ഇങ്ങനെ തന്നെയാണ്. ഒരാളുടെ അവകാശം നിങ്ങൾ കൈപ്പറ്റി വെച്ചു, ഒരാൾക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തില്ല. ഉദാഹരണം പറയാം, ഒരു മൊബൈൽ ഫോൺ മറന്നു വെച്ചു പോയി, അത് അവൻ അടിച്ചു മാറ്റി, കൊടുത്തില്ല. ഉദാഹരണം പറയാം. പേഴ്സ് മറന്നു വെച്ചു, എടുത്തു കൊണ്ടുവന്നു, കൊടുത്തില്ല. ഉദാഹരണമായി പറയാം. എന്തെങ്കിലും ഒരാളുടെ ഒരു അവകാശം നിങ്ങൾ കൈവച്ചാൽ, അത് നിങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ, ഫഖദ് ഔജബല്ലാഹു ലഹുന്നാർ, അത് തിരിച്ചു കൊടുക്കുന്നവരെ അവന് നരകം അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. കഴിഞ്ഞില്ല. വഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കി, നരകം അല്ലാഹു നിർബന്ധമാക്കി. വഇൻ കാന ശൈഅൻ യസീറൻ, അതൊരു ചെറിയ കാര്യമാണെങ്കിലും, വഇൻ കാന ഖദീബൻ മിൻ അറാഖ്, പല്ല് തേക്കുന്ന ഒരു മരക്കഷ്ണത്തിനാണ് അറാഖ് എന്ന് പറയാ. ഇന്നുമുണ്ടത് അറാഖിന്റെ കഷ്ണം, അല്ലേ? അസ്താഖു ബഅദകി ബിൽ അറാഖി തഫാഉലൻ ബിസ്മിൽ അറാഖി അഖൂലു സൗഫ അറാഖി. അറാഖ് കൊണ്ട് ബ്രഷ് ചെയ്യാന്ന് പറയും. ഒരു അറാഖിന്റെ ഒരു കഷ്ണമാണ്. അതൊരു സാധുവിടെ വെച്ച് പോയി പള്ളി എതിർത്ത് കീശിട്ട് പോന്നു. അല്ലെങ്കിൽ പെരുന്നാളിന് പോവുക, പുതിയ ചെരുപ്പിട്ട് പോയതാണ്, നടാട നിസ്കാരമൊക്കെ തുടങ്ങിയതാണ്, റമദാനൊക്കെ കഴിഞ്ഞ ആവേശത്തിൽ ആ ചെരുപ്പിട്ട് ഒരുത്തം പോകുന്നു. പിന്നെ ജന്മത്ത് പള്ളിയിൽ പോകില്ല, അല്ലേ? ആകം തുടങ്ങിയതാണ്, അപ്പോഴേക്കും ഒരു മനംമാറ്റം, ഒരു മനപ്രയാസം വന്നു. ജനങ്ങളുടേത് പാകുണ്ടോ നോക്കിയിട്ടാ പോരുന്നതേ. സുബ്ഹാനല്ലാഹ്, മാറിട്ട് പോരല്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനും ചെയ്തേക്കരുതേ. ഒരു നിസ്സാര കാര്യമാണെങ്കിൽ, ഒരു അറാഖിന്റെ കഷ്ണാണെങ്കിലും, ഇനിയിപ്പോ എന്താ അതിന് ഉദാഹരണം പറയാം, അതിൽ താഴെ അങ്ങനെ നിങ്ങൾ കൈപറ്റിയാൽ അതിന് പകരം അല്ലാഹു നരകം നിർബന്ധമാക്കുകയും സ്വർഗ്ഗം ഹറാമാക്കുകയും ചെയ്തു. ഖാല അല്ലാഹു തആല, നബി തങ്ങൾ പറയുന്നു ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുന്നുണ്ട്, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, മൂന്ന് വിഭാഗം ആളുകൾക്ക് നാളെ ഞാൻ എതിരാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് വിഭാഗത്തിന് നബി തങ്ങൾ നാളെ എതിരാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ ഇവർ മുസ്ലിമാണോ അമുസ്ലിമോ വിഷയമല്ല, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ പ്രതിപക്ഷത്താണ്. എന്താ കാര്യം? റജുലുൻ ഉഅ്തിയ ബി സുമ്മ ഖദർ, എന്റെ പേര് പറഞ്ഞ്, അല്ലാഹ് പറയാൻ, എന്റെ പേര് പറഞ്ഞ് പൈസ പിരിച്ചിട്ട്, അല്ലാഹുവിന്റെ പേര് പറഞ്ഞ്, അല്ലാഹുവിനെ വിചാരിച്ച് സഹായിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട്, സുമ്മ ഖദർ, എന്നിട്ട് ആ പൈസ കൊണ്ട് വഞ്ചന നടത്തി. അല്ലാഹുവിനെ വിചാരിച്ച് തരണം, അല്ലാഹുവിന്റെ പള്ളിക്ക്, അല്ലാഹുവിന്റെ മദ്രസക്ക്, അല്ലാഹുവിന്റെ ദീനിന് എന്നൊക്കെ പറഞ്ഞ് പിരിവെടുത്തു. പിന്നെ അതുകൊണ്ട് വേറെന്തോ കച്ചവടം തുടങ്ങി. അള്ളാന്റെ പേര് പറഞ്ഞ് പിരിച്ചതാണ്, പക്ഷെ അത് പിന്നെ അള്ളാന്റെ വഴിക്ക് പോയിട്ടില്ല. അവർക്ക് നാളെ ഞാൻ എതിരാണ്. അല്ലാഹു തആല പറയുന്നു, ഞാൻ അവർക്ക് എതിരാണ്. അല്ലാഹ് എതിരാണ്, പിന്നെ എന്താ അവിടെ നടക്കുക? വറജുലുൻ ബാഅ ഹുറൻ ഫഅകല സമനഹ, അടിമകളുള്ള കാലമാണ്. അതുകൊണ്ട് ഈ ഉദാഹരണം നമുക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് ഓടൂല. ഒരു അടിമയല്ലാത്തൊരു മനുഷ്യനെ അടിമയെന്ന് പറഞ്ഞ് വിറ്റിട്ട് ആ കാശ് കൊണ്ട് ജീവിച്ചു. സ്വതന്ത്രനായ മനുഷ്യനാണ്, അയാളെ കൊണ്ടുപോയി അടിമയെന്ന് പറഞ്ഞ് വിറ്റു. മൂന്നാമത്തേത് വറജുലുൻ ഇസ്തഅജറ അജീറൻ, കൂലിക്ക് ഒരാളെ കൂലിപ്പണിക്ക് വിളിച്ചിട്ട് ഫസ്തൗഫാ മിൻഹു, അവനിൽ നിന്ന് പരിപൂർണമായും പിടിച്ചിങ്ങോട്ട് വാങ്ങി. അവന്റെ അധ്വാനം, അവന്റെ വിയർപ്പ്, അവന്റെ ജോലി, അവന്റെ സ്കില്ല്, പണി ശരിക്കെടുക്കണം കേട്ടോ, ഏത് പോരാ അതൊന്ന് വിളിച്ച് നന്നാക്ക്, ഇത് പിന്നെ ഇങ്ങനെയല്ല, അത് ഒന്നും കൂടെ അയച്ച് രണ്ടാമത് പണിയെടുക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനവന് വേണ്ട പോലെ അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു. എന്നിട്ട് അവന്റെ കൂലി കൊടുക്കാതിരുന്ന ആളുകള് ഞാൻ നാളെ അവർക്ക് എതിരാണെന്ന് അള്ളാഹു പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിഷയം ഗൗരവമുള്ളതാണ്. ഇങ്ങനെ ജോലി കൊടുക്കുന്നവരും ജോലി ചെയ്യുന്നവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര സമാധാനത്തോടുകൂടെയുള്ള ഒരു ജീവിതമായിരിക്കും മനുഷ്യർക്ക് ഉണ്ടാവുക. നമ്മുടെ വീടുകളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ നാടുകളിൽ അള്ളാഹു നമ്മുടെ ജോലികളിൽ ബറക്കത്ത് നൽകട്ടെ. ഹലാല് കൊണ്ട് അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാരോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ ജോലി ചെയ്ത് അധ്വാനിച്ചു കൊണ്ടുവരുന്ന മക്കളുമായി സംസാരിക്കുമ്പോൾ ചോദിക്കണം, മക്കളെ നിങ്ങൾ ചെയ്യുന്ന ജോലി ഹലാലായ ജോലി തന്നെയാണോ? ഒരു പണ്ഡിതനോട് ചോദിച്ചിട്ടുണ്ടോ ഈ പണി നമുക്ക് പറ്റുമോ ഇല്ലേ? ചില ജോലികൾ സംശയം വരുന്നത് പറ്റുമോ ഇല്ലേ? ഉറപ്പുവരുത്തണം, ഹലാലേ നമുക്ക് പറ്റുള്ളൂ. കള്ള് കച്ചവടം നടത്തിയെന്ന് നല്ല കാശ് കിട്ടിയെന്ന് വരും ചിലപ്പോൾ, അല്ലേ? വട്ടിക്ക് പലിശ കൊടുക്കുക, ഒരു ചെലവില്ലാണ്ട് കാശ് കിട്ടുന്ന ഏർപ്പാടാണ്. പക്ഷെ നമുക്കത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ബാങ്കിലെ ജോലി, നല്ല ഒരു സുഹൃത്ത് വളരെ വേദനയോടുകൂടെ പറഞ്ഞു, ജ്യേഷ്ഠൻ ബാങ്ക് ജോലിക്ക് പോയി, ആ ജോലി വേണ്ടാന്ന് ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, പക്ഷെ ജ്യേഷ്ഠൻ കൂട്ടാക്കിയില്ല. 1.5 മാസം ജോലിക്ക് നിന്ന് ജ്യേഷ്ഠൻ മരിച്ചു. 10 ലക്ഷം കൊടുത്തിട്ടാ കയറുന്നതേ നമ്മുടെ നാട്ടില്. ഇനിയിപ്പോ ആ ജോലി അനുജന് കിട്ടും.
അത് ഈ പറയും എനിക്ക് വിളിച്ച സുഹൃത്തിന്റെ ജ്യേഷ്ഠനാണ്, വേദനയാണ്. ഞാൻ ജ്യേഷ്ഠനോട് പറയുന്നുണ്ട്, കാ വേണോ, ഹറാമല്ലേ, പലിശയുമായുള്ള ഏർപ്പാടല്ലേ, നമുക്കത് പാടില്ലാത്തതല്ലേ, എല്ലാവരും ജോലിയല്ലേ, 10 ലക്ഷം കൊടുത്തതല്ലേ, പൊയ്ക്കോട്ടെ, നീ ഒപ്പിട്ട് കൊടുക്കുന്ന പറയാ. എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. എന്താണ് അവസ്ഥ? നമുക്ക് എല്ലാ ജോലി എടുക്കാൻ പറ്റുമോ? പട്ടിണി കിടന്നാലും പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പുരുഷന്മാർ ജോലിക്കിറങ്ങുമ്പോൾ പറയുന്ന, ഭർത്താവേ ഇന്നാ നസ്ബിറു അലൽ ജൂഅ് വലാ നസ്ബിറു അലൻ നാർ, പിന്നെ പട്ടിണി കിടന്ന് സഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും കേട്ടോ, പൈസ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാം, വലാ നസ്ബിറു അലൻ നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ എന്ന് ഭർത്താവിനെ ഓർമ്മിപ്പിക്കുന്ന ജോലിക്ക് പോകുമ്പോൾ. പിന്നെ ഈ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, നരകത്ത് കൊണ്ടുപോയി ഇടരുതേ, ഹറാമായ സമ്പാദ്യം ഇങ്ങോട്ട് കൊണ്ടുവരരുതേ, ഹലാല് മാത്രം മതി കേട്ടോ നമുക്ക്, അതില്ലെങ്കിൽ നമുക്ക് കൂട്ടമായി പട്ടിണി കിടക്കാം, എന്നെങ്കിലും അതെങ്കിലും മതി, നരകം വേണ്ട എന്ന് സ്വന്തം വീട്ടുകാരോട് പെണ്ണുങ്ങൾ ഓർമ്മിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. എരമംഗലത്തുകാര് മഹതിമാരൊക്കെ അല്ലെ, അതെല്ലാം നിങ്ങൾ എവിടുന്ന് കൊണ്ടുവന്നാലും എനിക്ക് ഇന്റെ സാധനം കിട്ടിയേ പറ്റൂ, എനിക്ക് മോതിരം, എനിക്കിന്റെ വളർന്ന് മാറ്റണം, എനിക്ക് ഇന്ന സാധനം കിട്ടണം, അത് എവിടുന്ന് കൊണ്ടുവന്നാലും കുഴപ്പമില്ല, അങ്ങനെ പറയുന്നവരാണോ? ആണോ? പുരുഷന്മാരൊക്കെ അറിയാൻ പറ്റുള്ളൂ, അല്ലല്ലോ. നല്ല മഹതിമാരാണ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അല്ലാഹു ഉള്ളതിൽ ബറക്കത്ത് തരും, ഉള്ളതിൽ സന്തോഷം തരും. നമ്മുടെ മക്കളും കുട്ടികളൊക്കെ അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചു കാണുമ്പോൾ ഒരു സന്തോഷം വരാനുണ്ട്. അതാണ് സന്തോഷം. സമ്പാദ്യം കയ്യിൽ കിട്ടുന്ന ഒരുപാട് കാശല്ല. ലൈസൽ ഗിനാ ബികഥറത്തിൽ അർദ്, ഐശ്വര്യം എന്ന് പറയുന്നത് ഒരുപാട് കാശുണ്ടാക്കലല്ല. പിന്നെയോ ഐശ്വര്യം എന്ന് പറഞ്ഞത് മനസ്സിനുള്ളിലാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണ് ഐശ്വര്യം എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.